പൈലറ്റ് ആണോ? എഞ്ചിനീയർ ആണോ? എഞ്ചിനീയർ ആണോ? എഞ്ചിനീയർ ആണോ? എഞ്ചിനീയർ ആണോ? IFS ആണോ? വെരി ഗുഡ്. IFS ആണോ? ഫോറസ്റ്റ് സർവീസ് അതോ ഫോറിൻ സർവീസോ? ഓ യാ വെരി ഗുഡ്. ഞാൻ ഫോറസ്റ്റ് സർവീസാണ്, ഞാൻ ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പറയും. ഇന്റീരിയർ ഡിസൈനർ ആണോ? ഡോക്ടറാണോ? ഡോക്ടറാണോ? ആർട്ടിസ്റ്റ് ആണോ? ഫാഷൻ ഡിസൈനർ ആണോ? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്താണ് ഇഷ്ടം? ഇരുന്നിട്ട് പറയും. അപ്പം, ദോശ, പുട്ട്, പുട്ട്, ദോശ, ദോശ, ദോശ. മോനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്താ ഇഷ്ടം? മസാല ദോശ. ദോശ, പത്തിരി, ഇഡ്ലി, ഇഡ്ലി, ദോശ, ഇടിയപ്പം, ചപ്പാത്തി, ബ്രെഡ്, പുട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഏത് ഇഷ്ടമല്ല, ഏത് കിട്ടിയാലും കഴിക്കും. ബ്രെഡ്. ഓക്കെ. എന്റെ ചോദ്യം ഇതാണ്, ഇന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ ഞാൻ നിങ്ങളൊക്കെ കൂട്ടി എന്റെ കൂടെ കൊണ്ടുപോരാണ്. നമ്മൾ ഇന്നൊരു കിങ്ഡം ടവറിൽ ഹോൾട്ട് ചെയ്യുന്നു. രാവിലെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അവിടെ. 125 മെനു ഉണ്ട്. അതില് 125 മെനു ഉണ്ട് അവിടെ. നിങ്ങൾ പോയിട്ട് ആരെങ്കിലും ദോശ കഴിക്കോ? രാവിലെ കഴിക്കോ? നോ. അവിടെ പോയി ബ്രെഡ് കഴിക്കോ? ഇല്ല. എന്ത് കഴിക്കും? നമ്മൾ കാണാത്തത് കഴിക്കും. എസ്സാണോ? നമ്മൾ കാണാത്തത്, നമ്മൾ ടേസ്റ്റ് ചെയ്യാത്തത് എന്താണോ അത് കഴിക്കും. ശരിയാണോ? നിങ്ങളിപ്പോ എന്താ പറയുക, ഡോക്ടറാകണം, എഞ്ചിനീയർ ആണ്, ഇതാണ് നിങ്ങൾ കണ്ടുവച്ചിട്ടുള്ളത്. അതായത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഡോക്ടർ ആയിട്ടുള്ള ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കോപ്പി ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ അതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്. എനിക്ക് ഒരു ഡോക്ടർ ആയാൽ പോരാ. ഒരു ഡോക്ടർ ആയ ഒരു സെൽഫിഷ് ആകുന്നു. കാരണം നിങ്ങൾ പബ്ലിക്കുമായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്ന ഒരു ഡോക്ടർ തന്നെ 100-ൽ ഒരാളെ ഉള്ളൂ. ബാക്കിയുള്ള 99% സെൽഫിഷ് ആകുന്നു. എനിക്ക് വേണ്ടത് പബ്ലിക്കിനെ കൂടെ നോക്കുന്ന ഒരാളായി നിങ്ങൾ മാറണം. നിങ്ങൾ സമൂഹത്തെ നോക്കുന്നവരാകണം. അപ്പോഴേ നിങ്ങൾ അച്ചീവ് ചെയ്യുള്ളൂ, വിജയിക്കുള്ളൂ. കാരണം എല്ലാ വിജയിച്ച ആളുകളും നോക്കും, ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ അയാളുടെ സമ്പത്ത് മുഴുവനും പബ്ലിക്കിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എസ്സാണോ? ശരിയാണോ? ബിൽഗേറ്റ്സ് നോക്കൂ, നിങ്ങൾ 25,000 കോടി ഡോളറാണ് കൊടുത്തത്. ശരിയാണോ? നിങ്ങൾ എന്ത് ചെയ്യണം വിജയിക്കണമെങ്കിൽ അത് പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കാരണവശാലും നിങ്ങൾ ചെറുതാണ് കണ്ടുവച്ചത് എങ്കിൽ ജീവിതം നിങ്ങളെ വല്ലാതെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. ശരിക്കും പ്ലീസ് ലിസൺ, പ്ലീസ് ലിസൺ. ഞാൻ പറയാൻ കാരണം എന്താ ചോദിച്ചാൽ, ശരിക്കും നിങ്ങളൊരു വല്ലാത്ത കഷ്ടപ്പാടിലേക്ക് പോകുന്ന ഒരു ടീമാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ ഉപ്പ ഇപ്പൊ നാട്ടിൽ വെച്ച വീടുണ്ടല്ലോ, അത് വീട് വെക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലത്തിന് ഉപ്പാക്ക് 10,000 രൂപക്ക് കിട്ടിയതാ സെന്റിന്. അന്ന് സെന്റിന് 10,000 രൂപയുള്ളായിരുന്നു. ഇപ്പൊ അവിടെ 3 ലക്ഷം 4 ലക്ഷം രൂപയാണ് വില. നിങ്ങളെ വീട് വെക്കേണ്ട കാലഘട്ടം വരുമ്പോഴേക്കും ഒരു 10, 15, 20 വർഷം കഴിയുമ്പോൾ അവിടെ സെന്റിന്റെ വില എത്രയാണെന്ന് എനിക്ക് പറയാൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും വില കൂടുതൽ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ചെല്ലുക. അന്ന് നിങ്ങൾക്ക് 10 സെന്റ് സ്ഥലം വാങ്ങുക, അന്ന് നിങ്ങൾക്കൊരു വീട് വെക്കുക, അന്ന് നിങ്ങൾ 2 മക്കളെ പഠിപ്പിക്കുക, അന്ന് നിങ്ങൾ ആ മക്കളെ കല്യാണം കഴിച്ച് വിടുക എന്ന് പറഞ്ഞാല് നടക്കൂല. നിങ്ങളെ മക്കളെ 28 വയസ്സിന് കെട്ടിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അല്ല ഞാനൊക്കെ ഗൾഫിൽ സ്കൂളിൽ പഠിച്ച പയ്യനാണ്, എന്നിട്ട് പോലും എനിക്ക് എന്റെ മക്കളെ എവിടെയും വിടാൻ പറ്റില്ല. എത്രയോ ആൾക്കാര്, ഞാനൊരു നിലാവ് എന്ന് പറഞ്ഞൊരു സംഘടന നടത്തുന്നുണ്ട് കോഴിക്കോട്. 58 പെൺകുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 വയസ്സിന് മേലെ കല്യാണം കഴിക്കാതെ ഇപ്പോഴും വീട്ടിലിരിക്കുന്ന 58 പെൺകുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ പ്രസിഡന്റാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവും 24 വയസ്സായിട്ട് പെൺകുട്ടികളെ കെട്ടിച്ചു വിടാൻ കഴിയാതെ എനിക്ക് ഇരിക്കും. കഴിയും. നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാണ്. ഒരു വീട് വെക്കാൻ കഴിയില്ല, 2 മക്കളെ പഠിപ്പിക്കാൻ കഴിയില്ല, അന്നത്തെ പഠന ചെലവും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് മാത്രമല്ല 2020 ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നു. ഇനി ഒരുപാട് മാറ്റങ്ങൾ. നിങ്ങൾ അതിലേക്ക് കാലെടുത്ത് വെക്കുന്ന പുതിയ തലമുറ നിങ്ങളാണ്. ശരിക്കും നിങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അലർട്ടാക്കുന്ന പ്രശ്നം. കാരണം 2020 പബ്ലിക്കിൽ വരുന്ന മാറ്റം എത്രയാണെന്ന് ചോദിച്ചാൽ ചിന്തിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് മാറ്റം. ശരിക്കും പറയുന്നത് എന്താണ്, ഒരു റിസർച്ച് നടത്തിയ ഒരാൾ പറയുന്നത്, every 50 yearsലും എല്ലാ 50 വർഷങ്ങൾ കഴിയുമ്പോഴും
അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ലോകത്ത് എന്ന് പറയുന്നത്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കും 50 വർഷങ്ങൾ കഴിയുമ്പോൾ. ആ ഒരു അപ്ഡേഷൻ കഴിഞ്ഞു പോയി 1970 1970 ലോക ആകമാനം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു 1970. അതിനുശേഷം ഇനി വരാൻ പോകുന്നു 2020. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിന് പേരിട്ടത് തന്നെ 2020. 2020 സമൂഹം എങ്ങനെയായിരിക്കണം? ഇപ്പോഴേ നിങ്ങൾ അലർട്ടാക്കി വെച്ചിരിക്കണം. എങ്ങനെ അലർട്ടാകണം? അവിടെ എത്തിയിട്ട് നിങ്ങൾ പ്രശ്നത്തെ കാണരുത്. എക്സാം എഴുതാൻ പോയി, അവിടെ എത്തിയിട്ടാണ് നമ്മൾ പേന എടുത്തിട്ടില്ല എന്ന് ഓർമ്മ വരുന്നത്. പേടിയാകുമോ മനസ്സില്? വിഷമാകുമോ മനസ്സില്? അവിടെ എത്തുമ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ അലർട്ടാകണം. ആ പ്രശ്നത്തെ എങ്ങനെ ഓവർകം ചെയ്യണം? നിങ്ങൾ പ്രാരാബ്ദ കുടുംബജീവിതം വരുന്നു, അവിടെ നിങ്ങൾക്ക് പ്രാരാബ്ദം വരുന്നു. അപ്പൊ നിങ്ങൾ കൈ രണ്ടും തള്ളിയിട്ട് ഒരു കാര്യമില്ല, കണ്ണ് തള്ളി ഇരുന്നിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അപ്പോഴേക്ക് നിങ്ങളുടെ വണ്ടി പോയിട്ടുണ്ടാവും. പോയ ബസ്സിന് കൈ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അലർട്ടാക്കി വെക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. 2020 നിങ്ങൾ എങ്ങനെയായിരിക്കണം? 1970 ഒരു കമ്പനി പറയുന്ന ഒരു കഥ കേട്ടാൽ എന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 1970 മുതൽ 89 വരെയുള്ള 19 വർഷ കാലഘട്ടത്തിൽ ആ കമ്പനി ഇന്ത്യയിൽ ആകമാനം പഠനം നടത്തിയപ്പോൾ 19 വർഷം കൊണ്ട് 3 ബൈക്കുകളാണ് ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങിയത്. 3 ബൈക്കുകൾ. 1990 മുതലുള്ള 19 വർഷത്തെ പഠനം നടത്തിയപ്പോൾ 8 ബൈക്കുകളാണ് ആ 19 വർഷം കൊണ്ട് ഒരു കമ്പനി ഇന്ത്യയിൽ ഇറക്കിയത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് പഠനം നടത്തിയപ്പോൾ 26 ബൈക്കുകൾ ആ കമ്പനി നിരത്തിലിറങ്ങി. കാലഘട്ടത്തിന്റെ മാറ്റം നോക്കൂ. അത്രയും ടെക്നോളജി വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങള് ശരിക്കും കുട്ടികൾ എന്ന് പറഞ്ഞാൽ പോരാ, പ്ലസ് നിങ്ങൾ വേണമെങ്കിൽ ടെക്നോളജി ബോയ്സ്, ടെക്നോളജി ഗേൾസ് എന്ന് വിളിക്കണം. കാരണം എന്താണ്? ടെക്നോളജിയുമായിട്ട് പറന്നു വിടവരാ നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല. നിങ്ങളുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. നിങ്ങൾക്ക് മാത്രമേ ഇതുള്ളൂ ഭൂമിയിൽ. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ആ കാര്യം കൊണ്ട്. കാരണം ടെക്നോളജിയുമായിട്ട് പറന്നു വിടുന്ന ആൾക്കാരാണ് നിങ്ങൾ. എളുപ്പം നിങ്ങൾക്ക് ഞാൻ തിരിച്ചറിയിച്ചു തരാം. ഒരു പുതിയ മൊബൈൽ വാങ്ങിയിട്ട് നിങ്ങളെ ഉപ്പ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയും, മോനെ ഈ ആപ്ലിക്കേഷൻ എന്താ മോനെ, ഇത് എന്തിനുള്ളതാ മോനെ, ഇതൊന്നും എന്നെ പഠിപ്പിച്ചുകൊണ്ടോ മോനെ. എസ് പറഞ്ഞോ? ശരിയാണോ? നിങ്ങളെ ഉമ്മ 3 വർഷം ഉപയോഗിച്ച മൊബൈലിൽ ഇപ്പോഴും ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ട്. ഉമ്മക്ക് അറിയില്ല അത് എങ്ങനെയാ വർക്ക് ചെയ്യേണ്ടത്. ശരിയാണോ? പക്ഷെ നിങ്ങളെ കയ്യിൽ മൊബൈൽ കിട്ടിയാല് നിങ്ങളാക്കണ്ട, നിങ്ങളെ താഴെയുള്ള അവനുണ്ടല്ലോ ബാസിത്, അവന്റെ ഐബിൻ ബാസിത്, അവന്റെ കയ്യിൽ കിട്ടിയാലും അവൻ വർക്ക് ചെയ്യും. അവൻ പഠിച്ചിട്ടല്ല, അവൻ പഠനത്തിന് പോയിട്ടില്ല, പക്ഷെ അവന് ടെക്നോളജി വഴങ്ങും. നിങ്ങളുടെ ജന്മം ടെക്നോളജിയുമായിട്ട് വന്നതാണ്. പുണ്യം ചെയ്തവരാ നിങ്ങൾ ശരിക്കും. അതുകൊണ്ട് തന്നെ ടെക്നോളജി കയ്യിലുള്ള നിങ്ങൾ ഈ സമൂഹത്തെ നയിക്കേണ്ട ആളുകളാണ്, ഈ ലോകത്തെ നയിക്കേണ്ട ആളുകളാണ്. എങ്ങനെ നയിക്കണം അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ആരാന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ആമുഖമായിട്ടാണ് ഇത്രയും സമയം ഞാൻ സംസാരിച്ചത്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഞാനൊരു 3 മണിക്കൂറാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്ന് ഓരോരുത്തർ കൈപ്പൊക്കിയാൽ മതി, ഞാൻ ക്ലാസ് നിർത്തും. ഡോണ്ട് വറി. 2 സൈഡിൽ നിന്നും ഓരോ ആളുകൾ കൈപ്പൊക്കിയാൽ ഞാൻ ക്ലാസ് നിർത്തും. ഹാപ്പി ആയിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഞാൻ ക്ലാസ് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്നും എന്നെ ഓർക്കാൻ വേണ്ടി ഞാനൊരു കഥ പറഞ്ഞു തരും. എല്ലാ ആളുകളെയും നമ്മൾ മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന എങ്ങനെയാണ്? സ്റ്റോറി ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴാണ്. ശരിയാണോ? ഒരു സ്റ്റോറി മായാതെ നമ്മുടെ മനസ്സിൽ കയറിയിരിക്കും. എസാണോ? ഞാൻ ഒരു കഥ പറഞ്ഞ ഈ ക്ലാസ് അവസാനിപ്പിക്കുള്ളൂ. എനിക്ക് എന്തിനാണെന്നറിയോ? നിങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി വെക്കണം. ഇപ്പൊ ഒരു ബ്ലാങ്ക് ഫോൾഡർ ഉണ്ടാക്കി നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഞാൻ ഓരോ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിനെ ഹെർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് വരുമ്പോൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ ന്യൂ ഫോൾഡറിൽ ഇടണം. ഫോൾഡറിന്റെ പേര് ഇപ്പോൾ എന്താ? എന്റെ കഥയുടെ പേര് നിങ്ങൾ ആ ഫോൾഡറിൽ ഇടാം. നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോയാലും എന്ന് നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിലെ കണ്ടന്റ് കിട്ടണമെങ്കിലും ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ആ കഥ ഓർത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം, അതിലുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഇന്നലെ പഠിപ്പിച്ച പലതും നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ഓർമ്മയില്ല. Yes or no? Yes or no? Yes. Why? എസിയുടെ കൂളൊന്ന് കുറക്കാൻ പറ്റും. പറയാം എന്തുകൊണ്ടാണ് ഇന്നലെ പഠിപ്പിച്ചതൊന്നും നമുക്ക് ഇന്ന് ഓർമ്മയിലില്ലാത്തത്?
നിങ്ങളത് ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നോ? ഇന്നലെ പഠിപ്പിച്ച പലതും നിങ്ങൾക്ക് ഇന്ന് ഓർമ്മയിൽ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇന്നലെ പഠിപ്പിച്ച പലതും ഇന്ന് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാത്തത്? മനസ്സിരുത്തി പഠിക്കാത്തത് കൊണ്ടാണ് അത് ഓർമ്മയിൽ ഇരിക്കാത്തത്. അങ്ങനെയാണ് എന്റെ ക്വസ്റ്റ്യൻ. 3-4 വയസ്സിൽ സംഭവിച്ച പലതും ഓർത്താൽ ഇന്നലെ കഴിഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലുണ്ട് താനും. ശരിയാണോ? ശരിയാണോ? എന്തുകൊണ്ട്? താല്പര്യം കൊണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ്പ മരിച്ചത് ഓർമ്മയിലുണ്ട്. അത് ഇഷ്ടം കൊണ്ടായിരുന്നോ? ഗ്രാൻഡ്പ മരിച്ചത് ഇഷ്ടമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ രണ്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഇഷ്ടം ഗ്രാൻഡ്പ മരിച്ചത് ഓർമ്മയിലുണ്ട്, ഇത്താത്താന്റെ കല്യാണം ഓർമ്മയിലേ ഇല്ല. എന്തുകൊണ്ട്? ശരിയല്ലേ? നമുക്ക് വളരെ ആവശ്യപ്പെട്ട പല സാധനങ്ങളും നമ്മുടെ ഓർമ്മയിലില്ല. പക്ഷെ ചില സാധനങ്ങൾ മെമ്മറബിൾ ആണ്. എന്തുകൊണ്ട്? അത് മെമ്മറബിൾ ആയത് റീസൺ ഉണ്ട് അതിന്റെ ബാക്കില്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിട്ടുണ്ട്. എന്ത് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കണോ അതിനെ 1-ൽ കൂടുതൽ 10-ൽ കൂടുതൽ പ്രാവശ്യം ചിന്തിച്ചാൽ മതി. അന്ന് നമ്മൾ ചിന്തിച്ചാണ് ഗ്രാൻഡ്പാന്റെ മരണം, അല്ലെങ്കിൽ നമ്മൾ കാറിങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടു, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഹേർട്ട് ചെയ്തു. അത് പിന്നെ അതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഭക്ഷണം എടുത്ത് വെച്ചു, അപ്പോഴും നമ്മുടെ ആക്സിഡന്റ് മാത്രം നമ്മുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടേ റീസൈക്ലിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ചെയ്യപ്പെടും. 1-ൽ കൂടുതൽ 2-ൽ കൂടുതൽ 10-ൽ കൂടുതൽ പ്രാവശ്യം ഒരേ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രെയിനിലേക്ക് കയറും. ഓട്ടോമാറ്റിക് ബ്രെയിനിൽ കയറിയ സാധനം എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റും. എപ്പോ വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏതിനെ കയറണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരാകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബ്രെയിനിൽ ഒന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യണമെങ്കിൽ ആരാകണം എന്നുള്ളതിന് 10-ൽ കുറയാത്ത പ്രാവശ്യം അഫർമേഷനിൽ ഇടണം. അഫർമേഷൻ എന്താണ്? അഫർമേഷൻ എന്ന് പറഞ്ഞാല് ആരാണോ നിങ്ങൾക്ക് ആകേണ്ടത് അത് നിങ്ങൾ 10 പ്രാവശ്യത്തിൽ കുറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. 10 പ്രാവശ്യം പറ. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സ് അതിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും, ഡോക്ടറിലേക്ക്. ആരാണോ നിങ്ങൾക്ക് ആകേണ്ടത് 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാണോ നിങ്ങൾക്ക് ആകേണ്ടത് അത് 10 പ്രാവശ്യം പിക്ചറൈസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇമാജിനേഷൻ എന്ന് പറയാം. പിക്ചറുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു ടെലസ്കോപ്പ് ചെവിയിൽ വെച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, നിങ്ങൾക്ക് ഒരു തിയേറ്ററിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നത്, നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, നിങ്ങൾക്ക് ഭർത്താവുണ്ട്, നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, നിങ്ങൾക്ക് കാറുണ്ട്, നിങ്ങൾക്ക് എസ്റ്റേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ബന്ധങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പിക്ചറായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് മുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു ചെറിയ കാര്യം, ആരാണ് നിങ്ങൾക്ക് ആകേണ്ടത് അത് 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് 10-ൽ കുറയാത്ത പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുക. അറിയാതെ നിങ്ങളുടെ ബോഡി അതിലേക്ക് ബില്ലിംഗ് ആയിക്കൊണ്ടേയിരിക്കും. ഒരാള് അയാളുടെ അച്ചീവ്മെന്റ് നടത്തുമ്പോൾ, ഒരാൾ അയാളുടെ ജീവിതത്തിൽ അയാളുടെ ഏറ്റവും വലിയ അത്യുന്നതങ്ങളിൽ എത്തുന്ന സമയത്ത് അയാളുടെ കഴിവിന്റെ 1% അയാൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള 90% വേസ്റ്റ് ആയിട്ട് കയ്യിൽ കിടക്കാം. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിങ്ങൾ ആരെങ്കിലും ആയിത്തീരുന്നത്. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ പഠനം കൊണ്ടല്ല, നിങ്ങളുടെ ഭംഗി കൊണ്ടല്ല, നിങ്ങളുടെ ബന്ധങ്ങൾ കൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നിങ്ങളുടെ അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് എത്തിച്ചേരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹം. ഒരു ഡോക്ടർ ആയാൽ പോരാ, ഒരു 5000 ആൾക്ക് ജോലി കൊടുക്കുന്ന ഡോക്ടർ ആയിരിക്കണം, ഒരു 5000 ആളെ നോക്കുന്ന ഹോസ്പിറ്റൽ ആയിരിക്കണം. അത് അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ ആണെന്ന് നോക്കും. 25 വർഷമായിട്ടുള്ള എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനെ നോക്കിയാലും, കഴിഞ്ഞ 25 വർഷമായിട്ടുള്ള എല്ലാ റാങ്ക് ഹോൾഡേഴ്സും ഇന്ന് ഒരു ഡോക്ടറോ എഞ്ചിനീയർ ആണ്. നോ ഡൗട്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതില് ഉണ്ടോ? ഇല്ല. അവരൊക്കെ ഇന്നൊരു ഡോക്ടറോ എഞ്ചിനീയർ ആണ്. ഗേൾസ്, ശരിയല്ലേ? പക്ഷെ അവരൊക്കെ വർക്ക് ചെയ്യുന്നത് അവരുടെ കൂടെ 8ാം ക്ലാസ് വരെ പഠിച്ച് പഠനം നിർത്തി അവർ ഇന്ന് ഹോസ്പിറ്റലിൽ തുടങ്ങി. ആ ഹോസ്പിറ്റലിൽ ഈ റാങ്ക് ഹോൾഡർ വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒരു റാങ്ക് ഹോൾഡറെ 8ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ കിട്ടിയത്? 8ാം ക്ലാസ്സുകാരന്റെ ആ ഓവർ കോൺഫിഡൻസ് അതാണ് അയാളുടെ ഹോസ്പിറ്റൽ ഓണർ ആക്കിയത്. നിങ്ങൾ പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആകുന്നേ നല്ലത്. പക്ഷെ ഡോക്ടർ ആകുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കോൺഫിഡൻസ് ഉള്ള ഡോക്ടർ ആവുക, കോൺഫിഡൻസ് ഉള്ള എഞ്ചിനീയർ ആവുക. നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. ഞാൻ
ഒരു തിരുവനന്തപുരത്ത് ഒരു കോൺഫിഡൻസ് എന്നുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ ഒരു ആള് വിളിച്ചു. പുള്ളി ഒരു എഞ്ചിനീയറാണ്. പുള്ളി 100 പേർക്ക് ക്ലാസ് എടുക്കണം, ഒരു 3 മണിക്കൂർ. ഞാൻ പറഞ്ഞു ഞാൻ വരാം, കോൺഫിഡൻസ് എന്ന സബ്ജക്ട്. ഞാൻ ക്ലാസ്സിൽ എത്തുമ്പോഴാണ് അറിയുന്നത് 100 പേരും ബിടെക്കുകാരാണ്. ആ കമ്പനി, അതൊരു കമ്പനിയാണ്. അവര് ഒരു പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്കൂളിൽ നോട്ട് ബുക്ക് ഒഴിവാക്കാൻ പോകുന്നു. ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയാണ് നോട്ട് ബുക്ക് ഒഴിവാക്കാൻ വേണ്ടി. ആ പ്രൊഡക്റ്റ് ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള 100 കാൻഡിഡേറ്റ്സിനാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ വെറുതെ ഒരു പയ്യനോട് ടീ ബ്രേക്ക് ഞാൻ ചോദിച്ചു, മോനെ ഇതിൽ എത്ര സാലറി ഉണ്ട്? സർ 8,000 to 10,000. ഞാൻ പറഞ്ഞു മോനെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയാല് 12,000 രൂപ കിട്ടും. തൊഴിലുറപ്പിന് പോയാല് ബിടെക് 4 വർഷം പഠിച്ചിട്ട് എന്തിനാണ് 8,000 രൂപ ശമ്പളത്തിന് പോണത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ പോയാലും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും രാത്രി കാഷ്വാലിറ്റിയില് ഹിന്ദി സംസാരിക്കുന്ന, കന്നഡ സംസാരിക്കുന്ന, തമിഴ് സംസാരിക്കുന്ന ഡോക്ടർമാരാണ്. ശരിയാണോ? ശരിയാണോ? ഒട്ടുമുക്കാൽ ഹോസ്പിറ്റലിലും കന്നഡ സംസാരിക്കുന്ന, തമിഴ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരിവിടെ എത്തിയത്? നമ്മളെ ഹോസ്പിറ്റൽ ഓണർക്ക് എന്താ അറിയോ, ഒരു MBBS വേണം രാത്രി കാഷ്വാലിറ്റിയില്. അതിന് കഴിവില്ലാത്ത ഇവന്റെ നാട്ടിൽ ഇവൻ ആരും തൊഴിൽ കൊടുക്കുന്നില്ല. കാരണം എന്താ അറിയോ? ഇവന്റെ അടുത്ത് കഴിവില്ല. ഇവൻ എങ്ങനെ ഉപ്പ 30 ലക്ഷം കൊടുത്തപ്പോ ഒരു MBBS കിട്ടി, ഉപ്പ 2 ലക്ഷം 5 ലക്ഷം കൊടുത്തപ്പോ ഒരു ബിടെക് കിട്ടി. ഒരു ബിടെക്കുകാരൻ കയറി വന്നത് ഇങ്ങനെയാണ്. ഒരു കഴിവ് അവന്റെ കയ്യിലില്ല. കഴിവ് അവന്റെ അടുത്തുള്ള പുറത്തേക്ക് കാണിക്കാൻ കഴിയുന്നില്ല. കഴിവ് എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റണം. ഒരു കഴിവ് കാണിക്കാൻ പറ്റാതെ അയാൾക്ക് വിജയിക്കാൻ കഴിയില്ല. നിങ്ങളെ കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, കാണിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാനല്ല കാരണക്കാരൻ, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഈ ബത്തയിൽ ഇറങ്ങിയാല് 3 ആളെ കഴിവില്ലാതെ കാണുന്നുള്ളൂ. 97 ആൾക്കാരും കഴിവില്ലാത്ത ആൾക്കാരാണ് കാണുന്നത്. ഞാൻ ഇങ്ങനെ പോകുമ്പോ എല്ലാവരും അനലൈസ് ചെയ്യും. അയാൾക്ക് എത്ര കഴിവുണ്ട്, അയാൾക്ക് എത്ര കഴിവുണ്ട്, ഇയാൾക്ക് എത്ര കഴിവുണ്ട്. ഞാൻ നോക്കുമ്പോ തന്നെ അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ കഴിവ് എന്താണ്? കഴിവുള്ളവനെ കൂട്ടുപിടിക്കാവും. കഴിവുള്ളവനെ കൂട്ടുപിടിച്ച് നമുക്കും കഴിവുണ്ടാവും. നമ്മൾ അങ്ങനത്തെ ആളുകൾ ചന്ദനം ചാരിയ ചന്ദനം വാസനിക്കും, ചാണകം ചാരിയ ചാണകം വാസനിക്കും പറയാറില്ലേ? കഴിവുള്ളവനെ ചാരാൻ പഠിക്കണം. അത് എങ്ങനെ പഠിക്കാം, എങ്ങനെ കഴിവുള്ളവനെ കണ്ടെത്താം? ഇതിനു വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 3 മണിക്കൂറിന്റെ ഇടയ്ക്ക് ബോറടിക്കുകയാണെങ്കിൽ നിങ്ങൾ കൈപൊക്കിയാൽ മതി, ഞാൻ നിർത്തും. ഞാനൊരു കഥയോട് കൂടി അവസാനിപ്പിക്കും. നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? നിങ്ങളുടെ മനസ്സിനെ ഈക്വലൈസ് ചെയ്യാനാണ് ഇത്രയും സമയം ഞാൻ സംസാരിച്ചത്. ഇതുവരെ നിങ്ങളുടെ മനസ്സ് പല സ്ഥലങ്ങളിലേക്ക്, ഉച്ചക്കത്തെ പാർട്ടി, നാളത്തെ പാർട്ടി, വെറും പാർട്ടി പാർട്ടി പാർട്ടി. അതിന് നിങ്ങളുടെ മനസ്സിനെ ഞാൻ ഒന്നിച്ചൊരു സ്ഥലത്തേക്ക് ഈക്വലൈസ് ചെയ്തതാണ്, ബാലൻസ് ചെയ്തതാണ്. അതിനു വേണ്ടിയാണ് ഇത്രയും സമയം സംസാരിച്ചത്. ഇപ്പൊ വന്നിട്ടുണ്ടോ? എല്ലാവരുടെ മനസ്സും വന്നിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ വേണം, നിങ്ങൾക്ക് വേണ്ടതാണ് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം. ഒരാൾ വിജയിക്കാതിരിക്കണമെങ്കിൽ, ഒരാൾ വിജയിക്കുന്നില്ലെങ്കിൽ, ഒരാൾക്ക് പഠനത്തോട് താല്പര്യമില്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഇൻസിഡൻസ് ഉണ്ട്. ഈ ഇൻസിഡൻസ് നിങ്ങൾക്കുണ്ട്. ഒരു പക്ഷെ ജീവിതത്തിൽ ഇൻസിഡന്റ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. എന്തെങ്കിലും ഇൻസിഡൻസ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. ഇൻസിഡൻസ് ആണ് ഒരു കുട്ടിയെ ജീവിതത്തിൽ വിജയിക്കാതിരിക്കാൻ, ബ്ലോക്കാക്കി നിർത്താൻ, അയാളുടെ ജീവിതത്തിൽ എന്നും പരാജയങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു കാരണം ഇതാണ്. മിക്ക കുട്ടികളും ഞാൻ ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് എഴുതി തരും. ഞാൻ കഴിഞ്ഞ വർഷം മാത്രം 2013 എടുത്ത ക്ലാസ്സുകളിൽ എനിക്ക് 13,000 കുട്ടികളുടെ ഫീഡ്ബാക്ക് കിട്ടി. എഴുതി തന്നു കുറെ കുട്ടികൾ എനിക്ക് ഫീഡ്ബാക്ക്. ചില കുട്ടികൾ പോസ്റ്റലായിട്ട് അയച്ചു തരും, ചില കുട്ടികൾ ടീച്ചേഴ്സിന്റെ കയ്യിൽ കൊടുത്തുവിടും. അങ്ങനെ കിട്ടിയത് 13,000 കുട്ടികളുടെ +2 +1 കുട്ടികളുടെ ഫീഡ്ബാക്ക് കിട്ടി. ഈ കുട്ടികൾ 3/4 എഴുതിയിട്ടുള്ളത് എന്താ ചോദിച്ചാൽ, കുറെ കുട്ടികൾക്ക് അഫയർ ഉണ്ട്, ചില കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്, ചില കുട്ടികൾക്ക് വീട്ടുകാർ വേണ്ടത്ര കെയർ ചെയ്യുന്നില്ല, ചില കുട്ടികളെ എപ്പോഴും പാരന്റ്സ് കുറ്റപ്പെടുത്തി സംസാരിച്ചും കൊണ്ടേയിരിക്കുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തതിന് എപ്പോഴും ഗുഡ്, നന്നായി എന്ന് നിങ്ങളുടെ പാരന്റ് പറയാറുണ്ടോ? നന്നായി മോനെ, എന്റെ മോനെ അങ്ങനെ ചെയ്ത്, ഗുഡ്, വെരി ഗുഡ് എന്ന് പറയാറുണ്ടോ? യെസ് ഓർ നോ? യെസ്. എത്ര % ആളുകൾ ഇത് പറയാറുണ്ട്? കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ടോ? നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളൊന്നും പഠിക്കൂല, നിങ്ങളൊന്നിനും പറ്റൂല, ഇങ്ങനെ പറയാറുണ്ടോ? ഉണ്ട്. ഇതാണ് നമ്മളെ കുട്ടികൾ വിജയിക്കാതിരിക്കാൻ ഇപ്പോൾ ഉള്ള കാരണം. ഇത് പഠിപ്പിക്കാതെ ഞാൻ ഇവിടെ വന്നത്. നിങ്ങളെ പാരന്റ്സിനെ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ വേറെ ഒരു മൊഡ്യൂൾ അവരെ പഠിപ്പിക്കും. നിങ്ങൾ ഇവരൊക്കെ ഇത് പറഞ്ഞാലും എങ്ങനെ കയറി വരാം എന്നൊരു കാര്യം നിങ്ങളെയും പഠിപ്പിക്കും. ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇൻസിഡന്റ് ഇല്ലാത്ത കുട്ടികളില്ല. കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് ഇൻസിഡൻസ് വരുന്നു. ഞാൻ 2-3 ഇൻസിഡന്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ഞാൻ പറയുന്ന ഇൻസിഡൻസ് ഒന്നും ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യരുത്. കാരണം എന്താന്ന് ചോദിച്ചാല്, നിങ്ങൾ ഫോളോ ചെയ്താൽ വഴി തെറ്റി
ജീവിച്ച കുട്ടികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ വഴിതെറ്റി ജീവിക്കരുത്. കാരണം നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ അലർട്ടാക്കി വെക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പട്ടി കുരച്ചുകൊണ്ട് നിങ്ങളെ ഉമ്മാനെ കയ്യും പിടിച്ചിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയതാ. ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പട്ടി കുരച്ചുകൊണ്ട് ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ ഇതിലൊരു സാധനം പോവോ? ശരിയാണോ? പോവും. ആ വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കുക, ഇവിടെ പട്ടിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം പോവോ? ഇല്ല. എന്തുകൊണ്ട്? അലർട്ട്. നമ്മുടെ ബോഡിയിലെ എല്ലാ ജീവനും അലർട്ടായി. ഇവിടെ നിങ്ങൾ അലർട്ടാക്കി വെക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, എങ്ങനെ അതിജീവിക്കണം, ഇത് പഠിപ്പിക്കാനാണ് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതൊരു പ്രശ്നത്തെയും അതിജീവിക്കുന്നവനെ വിജയിക്കുള്ളൂ. ഏതൊരു പ്രശ്നത്തെയും അതിജീവിക്കുന്നതിന് മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. എങ്ങനെ വിജയിക്കണം, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഞാനൊരു 2-3 സ്റ്റോറിയാണ് പറയുന്നത്. എന്റെ ക്ലാസ് മുഴുവനായിട്ടും നിങ്ങൾ എഴുതിയെടുക്കണമെന്നില്ല. കഥയിലൂടെ കൊണ്ടുവന്ന് ഞാൻ ബ്രെയിനിലേക്ക് അടിച്ച് കയറ്റി തരും. നിങ്ങൾ കൊണ്ടുപോയാൽ മതി, നിങ്ങൾ വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ചാൽ മതി. എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കിട്ടിയ സാധനം കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ വന്നത് പാത്രം ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ചെറുതേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളൊരു സ്പൂൺ ആയിട്ടാണ് എന്റെ ക്ലാസ് കേൾക്കാൻ വന്നതെങ്കിൽ ആ സ്പൂൺ നിറയും പെട്ടെന്ന്, അപ്പൊ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, മനസ്സിലുള്ള ആ പാത്രം ഒന്ന് വലുതാക്കി വെക്കണം. ഞാൻ ഇഷ്ടം പോലെ വാരി കോരി തരാം, നിങ്ങൾ കൊണ്ടുപോയിക്കോ. ജീവിതത്തിൽ ഉപയോഗിക്കണം. വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. വെറുതെ കൊണ്ട് കളയുന്നവൻ, വേസ്റ്റ് ആക്കുന്നവൻ ഫെയിലിയർ ആവരുത്. ജീവിതത്തിൽ വിജയിക്കണം. നിങ്ങളെ ഉപ്പാക്ക്, നിങ്ങളെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട മക്കളായി നിങ്ങൾ മാറണം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കൾ നിങ്ങളാണ്. വേറെ എത്ര കുടുംബത്തെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും ദേഷ്യമുള്ള മക്കളുണ്ട് നിങ്ങളെ വീട്ടിൽ. ആരറിയോ? നിങ്ങളെ കുടുംബത്തില് നിങ്ങളെ ഉമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, നീ എന്റെ അനിയത്തിന്റെ മകളെ നോക്ക്, അവൾ എന്തോരം പഠിക്കുന്നുണ്ട്, നിനക്ക് എല്ലാം വാങ്ങി തന്നാലും നീ പഠിക്കൂല. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. ഇത് കുട്ടികളോട് എല്ലാ പേരൻസും പറയുന്നത്. കുട്ടികൾക്ക് ഭൂമിയിൽ ഏറ്റവും ദേഷ്യമുള്ളതാണ് ഉമ്മാന്റെ ആങ്ങളന്റെ മകനും ഉപ്പാന്റെ അനിയന്റെ മകളും ഒക്കെ കുട്ടികൾക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം. കാരണം കുട്ടികളെ ക്രൂശിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞിട്ട്, ഇതാണ് കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യമില്ലാത്തത്. കാരണം എന്താണ്? നമ്മളെ കഴിവ് അവര് കാണുന്നില്ല. നമ്മളെപ്പോഴും കുറ്റപ്പെടുത്താൻ അവർ മുന്നിൽ നിൽക്കുന്നു. ശരിയാണോ? യെസ് ഓർ നോ? യെസ്. പാരന്റ്സ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഒരു കാരണവശാൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ മക്കളെ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. ഇന്ന് തൊട്ട് നിങ്ങളുടെ ഹാബിറ്റ്സിനെ മറിച്ചിടും. നിങ്ങൾ എപ്പോഴും കുട്ടിയുടെ നന്മ കാണാൻ ശ്രമിക്കും. എപ്പോഴും ഇവരെ കയ്യിൽ ചെറുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ആ ചെറുത് നന്മയ്ക്ക് ഒരു ഹൈലൈറ്റ് കൊടുത്ത് സംസാരിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളായിരിക്കും ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മക്കള്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇന്ന് ഇവിടെ ഇരുന്ന മക്കളെയൊക്കെ നിങ്ങളുടെ ഏറ്റവും നല്ല മക്കളാക്കി ഞാൻ തിരിച്ചു തരാം. കഴിവുള്ള മക്കളാക്കി ഞാൻ തിരിച്ചു തരാം. എങ്ങനെ ആക്കണം ഇതിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഇത്രയും സമയം ഉപയോഗിച്ചത്. മിക്ക കുട്ടികൾക്കും ഇൻസിഡന്റ് കാരണം പഠനത്തോട് വിമുഖത കാണിക്കുന്നു. എന്തെങ്കിലും ഇൻസിഡൻസ് ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും, ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും കുട്ടികൾ. അത് കാരണം തന്നെ കുട്ടിക്ക് എപ്പോഴും മനസ്സിലൊരു പേടിയാണ്, ഇനി ഞാൻ പഠിച്ചാൽ എന്താകും, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചില്ല, ഇത് കാരണം എനിക്ക് പഠിച്ച എവിടെയെങ്കിലും എത്താൻ പറ്റും. അതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. ജീവിതത്തിൽ 100 ഇൻസിഡന്റ് വന്നിട്ടും ഇന്ന് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ അടുത്ത ഒരു ഡ്രീം എന്താ ചോദിച്ചാൽ എനിക്കൊരു 1000 കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഓണറാകണം. പിന്നെ എന്റെ ഒരു ഡ്രീം ഉണ്ട്, 2 വർഷം കൂടി കഴിഞ്ഞാൽ എനിക്കൊരു പത്മശ്രീ നേടണം. എന്റെ ഡ്രീമാണത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്യാനോ, ഞാൻ ആരെ കയ്യിൽ നിന്ന് കളക്ഷൻ കിട്ടാനോ, ആരെങ്കിലും എന്നെ സഹായിക്കാനോ ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ബിസിനസ് ചെയ്യുന്നു, ഞാൻ നേടുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു അച്ചീവ്മെന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ആരാകണം, എന്ത് നേടണം, പർപ്പസ് ഉള്ളവനെ വിജയിക്കൂ. ഒരു പർപ്പസ് ഉണ്ടാകണം. എന്തിനു വേണ്ടി? പണത്തെ മാത്രം കാണരുത്. പണം മാത്രം കണ്ടാൽ പണത്തിന്റെ ഉള്ളിൽ സക്സസ് ഇല്ല. വിജയം കിടക്കുന്ന, വിജയി ഒളിച്ചിരിക്കുന്നത് പർപ്പസിന്റെ ഉള്ളിലാണ്. നിങ്ങളുടെ തെറ്റായ ധാരണ തരോ? നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ്, ഈ സൗദി അറേബ്യയിൽ നിന്ന് കയറിപ്പോവാൻ നിങ്ങൾക്ക് എന്ത് തരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഒരു 10 കോടി രൂപ തന്നാൽ മതി. ചിലപ്പോ പറയായിരിക്കും, അല്ലെങ്കിൽ ഒരു 10 കിലോ സ്വർണം തന്നാൽ മതി. ആ കരിപ്പൂര് പിടിക്കൂല്ലേ? ഇതായിരിക്കും ഡ്രീം. നമുക്ക് ഒരു ഡ്രീം ഉണ്ടാവും, എന്ത് കിട്ടിയാൽ, അല്ലെങ്കിൽ എനിക്കൊരു വീടും, ഒരു വലിയ വീടും വലിയ കാറും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പറയാറുണ്ട് അല്ലേ? പറയാറില്ലേ? ഉണ്ടോ? ഞാൻ ചെറുപ്പത്തില് എന്നോട് എന്റെ ഫ്രണ്ട് ചോദിച്ചു, യഹിയ നമ്മളൊക്കെ വലുതാവുമ്പോ, ഒരു റോങ് കൂടെ ചേർത്ത് കൊടുക്കണേ, നമ്മളൊക്കെ വലുതാവുമ്പോ എന്താണ് യഹിയ ചെയ്യാൻ? അപ്പൊ ഞാൻ ഇവരോട് പറയും,
അന്ന് ഈ കന്നാസും കടലാസും സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പൊ ഞാൻ ഇവനോട് പറയും, നമുക്ക് കന്നാസും കടലാസും ഈ വേസ്റ്റ് പെറുക്കി എടുക്കുന്ന ആളില്ലേ, നമുക്ക് അതാവാം, എന്നാ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ പറയും ആയിക്കോട്ടെ, നമുക്ക് ഇന്ന് അങ്ങനെ ജീവിക്കല്ലേ. അതായിരുന്നു എന്റെ ഡ്രീം, എന്റെ മനസ്സിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡ്രീം ഉള്ളവനെ വിജയിക്കും. നിങ്ങൾ എപിജെ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകമുണ്ട് മലയാളത്തിൽ. നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര പേരത് വായിച്ചിട്ടുണ്ട്? നിങ്ങൾ അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നിർബന്ധമായിട്ടും എനിക്ക് SKSSF പറയാനുള്ളത്, നമുക്കൊരു ചെറിയ ലൈബ്രറി വേണം. നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമിലും നിങ്ങൾ വലിയ ആളുകളെ കാണുന്നത് പോലെ തന്നെ കുട്ടികളെയും കാണണം. ഇവർക്കും ഇവിടെ ഒരു മെമ്പർഷിപ്പ് കൊടുക്കണം. എന്നിട്ട് എല്ലാ പ്രാവശ്യവും ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയെ കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള ക്ലാസ് എടുത്തിട്ട് നമ്മൾ ക്ലാസ് ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ, അടുത്ത ജനറേഷൻ നമ്മളെക്കാട്ടിലും ഒരു പിടി മുന്നിലെത്തണം. ഇന്ന് നിങ്ങളുടെ ഉപ്പ ഏതോ കടയിലെ ഒരു സെയിൽസ്മാനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പ ഏതോ ഒരു ഓഫീസിലെ മാനേജറാണ്. നിങ്ങൾ അത് പോരാ, നിങ്ങൾ അതുപോലെ ഒരു ഓഫീസിന്റെ ഓണറാണ് ആവേണ്ടത്. അടുത്ത ജനറേഷനിൽ മാറ്റം വരണം. അതുപോലെ നമ്മൾ അവരെ പോലെ തന്നെ ആയി തീരണമെങ്കിൽ ഇവിടെ വരണ്ട, ഇവിടെ പഠിപ്പിക്കണ്ട. നിങ്ങളുടെ നാട്ടിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ വിട്ടാൽ മതി. നിങ്ങളിൽ നിന്നും പാരന്റ്സ് പ്രതീക്ഷിക്കുന്ന ഇതല്ല, നിങ്ങളിൽ നിന്ന് അടുത്ത ജനറേഷൻ പ്രതീക്ഷിക്കുന്ന ഇതല്ല, നിങ്ങളിൽ നിന്ന് അടുത്ത സമൂഹം പ്രതീക്ഷിക്കുന്നത് ഇതല്ല. നിങ്ങളൊക്കെ റോൾ മോഡലാ, നാട്ടിലുള്ള കുട്ടികളുടെ റോൾ മോഡലാ. നിങ്ങളെ ഉറ്റു നോക്കുന്നുണ്ട് സമൂഹം. നിങ്ങൾ എവിടെ എത്തുന്നുണ്ട്, നിങ്ങൾ അവിടെ പഠിച്ചിട്ട് എവിടെ എത്തി, ഇത് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാകണം എന്നുള്ളൊരു അടങ്ങാത്ത ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വേണം. എനിക്ക് ആരാകണം, എനിക്ക് എവിടെ എത്തണം. ഡ്രീം ഉള്ളവനെ വിജയിക്കുള്ളൂ. നിങ്ങൾ എന്തായിരിക്കണം എന്നറിയാം, നിങ്ങളുടെ പർപ്പസ് ഇന്ന് തന്നെ ഉണ്ടാക്കണം. എനിക്ക് ജീവിതത്തിൽ ആരാകണം എന്നൊരു പർപ്പസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പർപ്പസ് അല്ല വേണ്ടത്, പബ്ലിക്കിന് വേണ്ടിയുള്ള ഒരു പർപ്പസ്. ഞാൻ ആയിത്തീർന്നാൽ, അങ്ങനെ പറ, ഞാൻ ഇതുപോലെ ആയിത്തീർന്നാൽ, എന്റെ ഡ്രീം ഇതാണ്, എനിക്കൊരു 100 കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചാരിറ്റി സ്ഥാപനം തുടങ്ങണം. ഇല്ലെങ്കിൽ എനിക്കൊരു വൃദ്ധസദനം, എനിക്ക് വയസ്സായ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വൃദ്ധസദനം തുടങ്ങണം. ഇങ്ങനെയുള്ള ഒരു ഡ്രീം ഉള്ളവനെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. പക്ഷെ ജീവിതത്തിൽ വിജയിക്കാതെ മിക്ക കുട്ടികളും പാതി വഴി, ഞാനിങ്ങനെ റിസർച്ച് നടത്തിയപ്പോൾ 1% കുട്ടികളെ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുള്ളൂ. ബാക്കിയുള്ള 3% ഒരു ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ പോകുന്നു. പിന്നെ ഒരു 10% ആരുടെയൊക്കെ കീഴിൽ ജോലി ചെയ്യുന്നു. ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത ജനറേഷൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് അതായിരിക്കും. ഇപ്പൊ അതിന്റെ തെളിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി താകാത്തതൊക്കെ വന്നപ്പം ഞാൻ അതിങ്ങനെ മനസ്സിലാക്കുന്നു. കാരണം എന്റെ കാൽക്കുലേഷൻ ഇതായിരുന്നു, ഓരോ വർഷങ്ങൾ വരുമ്പോഴും ജോലി ചെയ്യുന്നവര് ബേർഡൻ ആയിക്കൊണ്ടേയിരിക്കുന്നു. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഇന്നലെ സംസാരിച്ച ഒരാൾ എന്നോട് പറയുന്നത്, ഒരു 10 വർഷം കഴിഞ്ഞാല് ഇവർക്കൊന്നും നമ്മളെ വേണ്ടി വരില്ല. ഞാൻ എന്റെ 5 വർഷം കഴിഞ്ഞ എന്റെ ഡ്രീം എന്താ പറയുക, ഇവരൊക്കെ എങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ചോദിക്കുന്നത്? ആരെ? ഇവരല്ല, ഇന്ത്യക്കാരല്ല, ഇവിടെയുള്ള അറബികളും US അമേരിക്കയിലുള്ള വെള്ളക്കാരനൊക്കെ എങ്ങനെ നാട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ജോലി കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് അതാണ്. നമ്മുടെ പൈസയുടെ മൂല്യം കൂട്ടണം. ഇന്ത്യൻ മണിക്ക് ലോകത്ത് എവിടെയും പൈസക്ക് മൂല്യമില്ല. നിങ്ങളൊക്കെ പുതിയ തലമുറയാണ്. എങ്ങനെ എന്റെ പൈസക്ക് മൂല്യം കൂട്ടാം? മൂല്യം കൂടണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടണം. നമ്മൾ എന്തെങ്കിലും ഒരു ഉൽപാദനം ഉണ്ടായിരിക്കണം. ഒരു ഉൽപാദനം ഉള്ളവന്, ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു ഡോക്ടറെ നിൽക്കുന്ന ആൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു പ്രൊഡക്ടിവിറ്റി വേണം. പ്രൊഡക്ടിവിറ്റി വന്നാലേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഏൺ ചെയ്യുമ്പോഴേ നമ്മുടെ ഇൻകം ഗ്രോത്ത് വരുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഡ്രീം അതായിരിക്കണം, എന്റെ നാടിന്റെ പൈസയുടെ മൂല്യം കൂടണം. നമുക്കൊന്നും ശരിക്കും അങ്ങനെയുള്ള ഒരു തോട്ട്സ് പോലും നമ്മുടെ ബ്രെയിനിൽ വരുന്നില്ല. ഉണ്ടോ? പൈസയുടെ മൂല്യം കൂട്ടണം നിങ്ങൾ ആരെയും സ്വപ്നം കാണാറുണ്ടോ? പൈസ ഉണ്ടാക്കണം കാണാറുണ്ട്. പൈസ ഉണ്ടാക്കണം എന്ന് ഒരിക്കലും കാണരുത്. പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവന് പർപ്പസ് ഇല്ല. പർപ്പസിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് പൈസ. വിജയി ഒളിച്ചിരിക്കുന്നത് പർപ്പസിന്റെ ഉള്ളിലാണ്. നിങ്ങൾ പർപ്പസിലേക്ക് വിഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. എനിക്ക് ആരാകണം, എനിക്ക് എന്താകണം, അത് പർപ്പസിന്റെ ഉള്ളിലാണ് ഉള്ളത്. അതൊരു പൈസയല്ല നിങ്ങൾ കാണേണ്ടത്. പൈസ സെക്കൻഡറി ആണ്. ഫസ്റ്റ് വൺ പർപ്പസ് ആണ്. അപ്പൊ ഞാൻ ഇൻസിഡന്റിലേക്ക് വരാം. കുറെ ഇൻസിഡന്റ് ആയിട്ടുള്ള കുട്ടികളുടെ കഥ നിങ്ങളെ പറഞ്ഞുകൊണ്ട് വരുന്നു. ഞാൻ എന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ, ഇങ്ങനെ വന്നാലും വിജയിക്കാം എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു കാരണവശാലും ഞാൻ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യരുത്. മിക്ക കുട്ടികളും വളരെ ചെറുപ്രായത്തിൽ തന്നെ വഴി തെറ്റിക്കൊണ്ടേയിരിക്കുന്നു. മിക്ക കുട്ടികളും വളരെ ചെറുപ്പത്തിലെ മൊബൈലിൽ, ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ വില്ലൻ മൊബൈലിൽ പെട്ടുകൊണ്ടേയിരിക്കുന്നു. മിക്ക കുട്ടികളും വളരെ ചെറുപ്പത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നാട്ടിലുള്ള ഞാന് ഒരു പോലീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ORC ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും കോഴിക്കോട് ജില്ലയിൽ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എന്താ? എവിടെയാണ്? എവിടെ? ഫറോക്കില്.
ഫറോക്കിലുള്ള 2 വർഷം 3 വർഷം തുടർച്ചയായിട്ട് പത്രത്തിൽ വന്നിരുന്നു. കുട്ടിക്കള്ളന്മാരെ പിടിക്കപ്പെട്ടു. പത്രത്തിൽ കണ്ടിരുന്നോ? ബൈക്ക് മോഷണവുമായിട്ട് കുട്ടിക്കള്ളന്മാരെ പിടിക്കപ്പെട്ടു. ഒരുപാട് ബൈക്ക് മോഷണ കേസിൽ ഒരാൾ കൊടുത്ത പരാതിയാണ്, സർ എന്റെ ബൈക്ക് നഷ്ടപ്പെട്ടു സർ. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയായിട്ട് വരുന്നു ഒരു 9ാം ക്ലാസ്സുകാരൻ. അന്ന് അവൻ 9ലാണ് പഠിച്ചിരുന്നത്. അവൻ പിടിക്കപ്പെടുന്ന സമയത്ത് അവൻ 10ാം ക്ലാസ്സിലെത്തി. അവൻ ഒരു ബൈക്കല്ല മോഷ്ടിച്ചത്. അവനെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറയണോ അവനും അവന്റെ ബ്രദറും കൂടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട്. അവനെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നു അവനും അവന്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു നാഷണൽ ഹോസ്പിറ്റലിൽ ഒരു ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട്. അവനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഒരു വലിയ സംഭവം പൊളിയുന്നു. 75 ബൈക്ക് മോഷണ കേസിൽ 70ഓളം കുട്ടികൾ പ്രതികളായിട്ട് പോലീസിന്റെ കയ്യിൽ. ഈ കുട്ടികളൊക്കെ പോലീസിന് കിട്ടിയ പോലീസിന് തന്നെ പേടിയായി. കാരണം ഇത്രയും കുട്ടികളെ കൊണ്ട് ജയിലിൽ അടച്ചാൽ നാട്ടില് ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് ഇവരൊക്കെ ക്രിമിനലുകളായി മാറും അല്ലെ? തെറ്റ് ചെയ്താൽ പോലീസ് പിടിക്കും, പിടിച്ചാൽ ശിക്ഷ എന്താണ്? നേരെ പ്രിസൺ അല്ലെ? നേരെ കൊണ്ടിട്ടാൽ തിരിച്ചു വരുമ്പോ അവിടെ വലിയ കള്ളന്മാരുടെ കൂടെയുള്ള സഹവാസം കുട്ടികൾ തിരിച്ചു വരുമ്പോഴേക്ക് ക്രിമിനൽ മൈൻഡിനെ ഓണറാക്കി മാറ്റും. ഇത് പേടിച്ചിട്ട് പോലീസ് എങ്ങനെ ഇവരെ മാറ്റിയെടുക്കാം എന്ന് പബ്ലിക്കുമായിട്ട് കൂടി ആലോചിക്കാൻ വേണ്ടി പബ്ലിക്കിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു. പത്രത്തിൽ ഒരു ആഡ് കൊടുത്തു, ഇങ്ങനെ പബ്ലിക്കിനെ വിളിക്കുന്നു. 1000ഓളം പേര് വന്നു. ഞാനും അതിൽ പങ്കെടുത്തു. എന്റെ മനസ്സിലുണ്ട് എന്റെ കുട്ടികൾ വഴി തെറ്റണേ, എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ വഴി തെറ്റിയാൽ അവരെ തിരിച്ചു കൊണ്ടുവരണം, ഞാൻ ഇത് റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ഞാൻ ഇതുപോലെയുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇടവന്നു. അവിടെ പോലീസ് 1000ഓളം പേർക്ക് ഒരു 1 ഡേ പ്രോഗ്രാം, ഒരു സെമിനാർ നടത്തി അതിലൊരു ക്ലാസ് കൊടുത്തു. അതിൽ 20 പേരെ പോലീസ് സെലക്ട് ചെയ്തു. പോലീസ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി, ഈ കുട്ടികളോട് സംസാരിക്കാനും ഈ കുട്ടികളെ മാറ്റിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ട്രെയിനിങ് ഗ്രൂപ്പിന്റെ പേരാണ് മെന്റർ. ഞാനൊരു മെന്ററാണ്. മെന്റർ എന്ന് പറഞ്ഞാല് ഡീവിയേഷൻ കാണിക്കുന്ന കുട്ടികളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക്, കുടുംബത്തിന്റെ ഉയർച്ചയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, അവനെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവുക. ഇന്ന് അവനൊരു ലക്ഷ്യവുമില്ല. ഈ പിടിക്കപ്പെട്ട ഒരാൾക്കും ജീവിതത്തിൽ ആരാകണമെന്നോ, ജീവിതത്തിൽ ഞാൻ ആരാണെന്നോ, എനിക്ക് എന്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം എന്താണെന്നോ, എനിക്ക് എന്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം എന്താണെന്നോ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആരും ആകണമെന്നില്ലാതെ നടന്ന അലഞ്ഞു തിരിഞ്ഞ പ്രായത്തിൽ ചെന്നുപെട്ടിട്ടുള്ള ഈ കുട്ടി, ആരൊക്കെയോ കാരണം ചെന്നുപെട്ടിട്ടുള്ള ഈ കുട്ടി ഇന്ന് ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡുള്ള കുട്ടിയാണ്. ഇന്ന് അവന് ഒരു കള്ളനാണ്. ഇന്ന് അവനൊരു പോലീസിലെ കേസിലെ പ്രതിയാണ്. ഈ കുട്ടിയെ നമ്മളെ പോലത്തെ മെന്റർക്ക് ഏൽപ്പിച്ചു തരികയാണ്. ആ ഏൽപ്പിച്ചു തരുന്ന ഈ കുട്ടിയെ വിളിക്കുന്ന പേരാണ് മെന്റി. എനിക്കൊരു മെന്റി ഉണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു വീടുണ്ട്, എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു എസ്റ്റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ എനിക്കൊരു മെന്റി ഉണ്ട്. ഞാൻ അതുപോലെ അവനെ കാണുന്നു. അവൻ എന്നെ എപ്പോഴും വിളിക്കും. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 2 മണിക്കൂർ ഞങ്ങൾ ഇവന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. മെഡിക്കൽ കോളേജിൽ നമുക്കൊരു റൂമുണ്ട്, ഒരു ക്യാബിനുണ്ട്. ആ ക്യാബിനിൽ 4 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. ആ 4 സീറ്റിൽ 4 മെന്റേഴ്സ് വരും, 4 ബെഞ്ചുകൾ വരും. എനിക്ക് സൺഡേ ആണ്. ഓരോരുത്തർക്ക് ഓരോ ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. 20 പേർക്കും കുട്ടികളെ കൊടുത്തിട്ടുണ്ട്. 5 ദിവസം ആളുകൾ വരും. നമ്മൾ ഈ കുട്ടികളോട് ഒരു 2 മണിക്കൂർ സംസാരിക്കും. ചിലപ്പോൾ ഇവനെയും കൊണ്ട് ഞാൻ ഔട്ടിങ്ങിന് പോകും, പുറത്തൊക്കെ പോകും, ബീച്ചിലിരുന്ന് സംസാരിക്കും. ചില മെഡിക്കൽ കോളേജിന്റെ പറമ്പിലൊക്കെ കറങ്ങി നടക്കും. കാരണം ഇവനെ കുറെ ഇരിക്കുമ്പോൾ പറയും എനിക്ക് മതി സാർ, ഇനി നമുക്ക് പുറത്തിറങ്ങാം. ഇവന്റെ മനസ്സ് തുറക്കുന്നില്ല. കുറെ സംസാരിക്കുമ്പോൾ ഇവന്റെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങളും, ഇവന്റെ പല അഫയറുകളും, ഇവന്റെ പല ക്ലാസ്സിലുണ്ടാകുന്ന ടീച്ചേഴ്സിന്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളോട് ഇവൻ ഷെയർ ചെയ്യും. അങ്ങനെ ഈ കുട്ടിയോട് നമ്മള് 2 വർഷത്തെ 2 to 3 എന്നാ പറഞ്ഞത്, 2 തൊട്ട് 3 വർഷത്തെ പ്രോസസ്സിൽ ഈ കുട്ടിയെ, എന്റെ കുട്ടിയുടെ കഥ കേട്ടാൽ, എന്റെ കുട്ടിയുടെ അച്ഛൻ, അമ്മ, നാട്ടിൽ അറിയപ്പെടുന്ന ആളുകള്, ഒരേ ഒരു മകൻ, ഇവന്റെ താഴെ സ്മിത എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റെ ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ഒരു സുന്ദരിയായ പെൺകുട്ടി. ഈ കുട്ടിക്ക് കല്യാണങ്ങൾ ആലോചിച്ചു വരുന്നു. പക്ഷെ ഇവനെ വീട്ടിൽ കയറ്റുന്നില്ല. കാരണം ഇവന്റെ പത്രത്തിൽ പേര് വന്നതിന് ശേഷം പാരന്റ്സിന് ഇവനെ വേണ്ട. നാട്ടിൽ മുഴുവൻ ഈ പേര് വന്നു. എല്ലാവർക്കും ഇവൻ കള്ളൻ എന്നൊരു പേര് വന്നു. ഇവൻ ഒരുപാട് കേസിലെ പോലീസ് പ്രതിയാണ്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോലീസ് വീട്ടിൽ തെരഞ്ഞു വരും. പോലീസ് വാഹനം വരാൻ തുടങ്ങി. ഇത് ഇവന്റെ വീട്ടിൽ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാക്കി. കുടുംബങ്ങൾ മാനസികമായിട്ട് പ്രയാസപ്പെട്ടു. ഈ അവസ്ഥയിലാണ് അവനൊരു മെന്ററെ കിട്ടുന്നത്. ഈ അവസ്ഥയിലാണ് എനിക്കൊരു മെന്റിയെ കിട്ടുന്നത്. ഞാൻ ഇവന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇവനെ കൊണ്ടുവന്നു. ഞാൻ ഇവനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാണ് ചെയ്തത്. ഒരുപാട് ട്രെയിനിങ്ങുകൾ, ലണ്ടനിലുള്ള ഒരു ഫാക്കൽറ്റി ഞങ്ങൾക്ക് പോലീസിന് വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു, ഒരുപാട് സെമിനാറുകൾ സംഘടിപ്പിച്ചു. ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ മാറ്റിയെടുക്കാന്നുള്ള ഒരുപാട് ട്രെയിനിങ്ങിലൂടെ കൊണ്ടുവന്നു. അതുപോലെ ഞാൻ ഈ കുട്ടിയെ ജീവിതത്തിൽ എന്റെ ഒരു ഡ്രീമായിരുന്നു, എനിക്ക് ഒരു കുട്ടിയെങ്കിലും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയ ഞാൻ ഭാഗ്യവാനാണ്. അൽഹംദുലില്ലാഹ് പറയട്ടെ, എന്റെ കുട്ടി മാത്രം ആദ്യമായി ജോലി കയറി.
മറ്റേ 70 കുട്ടികളിൽ നിന്ന് എന്റെ കുട്ടി മാത്രം ആദ്യമായി ജോലി കയറി എന്ന് മാത്രമല്ല, ഇവന്റെ പാരന്റ്സ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്നോട് താങ്ക്സ് പറയും. എന്നെ താങ്ക്സ് അല്ല, എന്നെ ഗോഡ് എന്നാ പറയാറ്. അത്രയും ഇഷ്ടത്തിൽ അവർ എന്നെ കാണുന്നു. കാരണം ഒരു നഷ്ടപ്പെട്ട മകനെ അവർക്ക് തിരിച്ചു കിട്ടി. ഇന്ന് അവൻ കഴിവുള്ള ഒരു കുട്ടിയാണ് എല്ലാ കാര്യങ്ങൾക്കും. എന്ന് മാത്രമല്ല, കേസിൽ അവനെ തള്ളിപ്പോയി. കാരണം പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു, അവനൊരു മെന്റർ ഉണ്ട്. ഇപ്പൊ അവൻ ജീവിതത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് പറ്റൂല, അറിയാത്ത കാലത്ത് സംഭവിച്ചതാണ്, മാപ്പാക്കണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഇവനെ വെറുതെ വിട്ടു കോടതി. കാരണം അന്ന് ഇവന് 18 വയസ്സിന് താഴെയായിരുന്നു. ഇന്ന് അവന് 18 കഴിഞ്ഞു. ഇന്ന് അവൻ നല്ല ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നല്ല ഒരു ഡോക്ടറുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറല്ല, അതിന് താഴെ വർക്ക് ചെയ്യുന്ന ഒരു നല്ല പോസ്റ്റിലാണ്. കാലിക്കറ്റ് തന്നെയല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. 20,000 രൂപ ശമ്പളമുണ്ട്. ഈ 20,000 അല്ല പ്രശ്നം. ഇന്ന് അവൻ കുടുംബത്തിന് ഇഷ്ടപ്പെട്ട ഒരു സീറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റി. അതാണ് അത്ഭുതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറ്റിയാൽ ഒരു മെന്റർ ഇല്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു വരില്ല. നമുക്ക് മുദ്ര കുത്തും. മലയാളിയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഒരാളെ മുദ്ര കുത്തുക, സീല് വെക്കുക എന്നുള്ളത്. കള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് പ്രേമം, 8th സ്റ്റാൻഡേർഡിലെ പെൺകുട്ടിക്ക് പ്രേമം. ആ കുട്ടിക്ക് അറിയില്ല എന്താണ് പ്രേമം എന്നുള്ളത്. എനിക്കിപ്പോ ഒരു പേഷ്യന്റ് ഉണ്ട്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. 6ാം ക്ലാസ്സിലെ പെൺകുട്ടിക്ക് 2 അഫയർ. അവൾക്കൊരു മൊബൈലുണ്ട്. രാത്രി ആയാലും ഇവള് മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. വളരെ വഴിതെറ്റി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. 20 വയസ്സുള്ള പയ്യനാണ്. ആ പയ്യൻ വിദേശത്താണ്. ഇവര് നെറ്റിൽ നേരം വെളുക്കോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടിയുടെ പഠനം വളരെ മോശമായി. അങ്ങനെയാണ് എന്റെ അടുത്തേക്ക് കൊണ്ടുവരാനുണ്ടായ കാരണം. കൊണ്ടുവന്നപ്പോ ഒരുപാട് ഞെട്ടിക്കുന്ന മെസ്സേജുകൾ ഈ കുട്ടി തരുന്നു. ഞാൻ പറയുന്നു, ആ കുട്ടിക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല ഒരു മെന്റർ ഇല്ലാതെ. ആ ലൈഫ് നോക്കൂ, 6, 5, 11 വയസ്സാകുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ലൈഫ് ഇല്ലാതെയാവുന്നു. ഒരു പ്രേമത്തിൽ കയറിയതാണ് കാരണം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, പ്രേമം എന്ന് വെച്ചാൽ ചൈന ടോയ്സാ. കാണുമ്പോ നല്ല ഭംഗിയായിരിക്കും. ഒരു 2-3 മാസം കഴിയുമ്പോ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരും. അപ്പം പൊട്ടിപ്പും. ചൈന ടോയ്സ് വാങ്ങുമ്പോ നല്ല രസമല്ലേ? 2 മാസം കഴിഞ്ഞാൽ വലിച്ചെറിയും, വീണ്ടും പുതിയത് വാങ്ങും, അല്ലെ? അതുപോലെ വലിച്ചെറിയാൻ പറ്റിയതല്ല ലൈഫ്. പെൺകുട്ടികളാണ് മിക്കതും അഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് കാരണം എന്താ ചോദിച്ചാൽ, ഉമ്മാന്റെ മിസ്ഡ് കോൾ തിരിച്ചു പിടിക്കുന്നത് മുഴുവനും പെൺകുട്ടികളാണ്. മിസ്ഡ് കോൾ, മിസ്ഡ് ഗേൾ, പെൺകുട്ടികളാണ് തിരിച്ചു വിളിക്കുന്നത്. കാരണം എന്താ അറിയോ? ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. സ്നേഹം കൊതിക്കുന്ന പ്രായമാണ് ഈ 11 തൊട്ട് 18 വരെയുള്ള ഏജ്. നിങ്ങൾക്ക് സ്നേഹം ഇഷ്ടം പോലെ വേണം. നിങ്ങൾക്ക് സ്നേഹം, നിങ്ങളെ കെയറിങ് വേണം, നിങ്ങൾക്ക് സപ്പോർട്ട് വേണം. ഇത് കിട്ടാതെ ഇരുന്നാല് കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇത് പുറത്തുനിന്ന് ഫില്ല് ചെയ്യാൻ ആൾക്കാർ ക്യൂവിലുണ്ട് റോട്ടില്. അത് വാങ്ങാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പോയ 2-3 ആളുകളെ കുറിച്ച് പറയാം. എന്റെ കേസില് പിടിക്കപ്പെട്ട ഒരു പയ്യൻ, നമുക്ക് ആൺകുട്ടികളെ വേണ്ട, നമുക്ക് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ബോയ്സ് ആണ് കൂടുതൽ, അതുകൊണ്ടാണ്. ഒരു നമ്മുടെ മിസ്ഡ് കോളിലേക്ക് വരാം. ഒരു പെൺകുട്ടി മിസ്ഡ് കോളിൽ ഒരു പയ്യനെ പരിചയപ്പെടുന്നു. ആ പെൺകുട്ടിക്ക് 18 വയസ്സ്. ഇവളുടെ പരിചയപ്പെട്ട പയ്യൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ്. ഇവൻ എല്ലാ ദിവസവും രാത്രി ആയാലും ഇവിടെ 12 മണി മുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. 11 മണിക്കേ സംസാരിക്കും. ഇവൾ അതിനു വേണ്ടി റൂം കുറ്റിയിട്ട് കിടന്നുറങ്ങും. ആ റൂമിൽ ഒരു കമ്പ്യൂട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവളുടെ അമ്മ എല്ലാ ദിവസവും നേരം വെളുക്കുന്നവരെ ഇവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ദിവസം സംസാരിക്കുമ്പോഴും ഓരോരോ പുതിയ മെസ്സേജുകൾ ഇവൻ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ പെൺകുട്ടി ഒരു പയ്യനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ ചോദിച്ചാൽ, പാരന്റ്സ് ആണ് അത് അറിയേണ്ടത്. എല്ലാ പയ്യന്മാരും ഒരു പെൺകുട്ടിയെ കയ്യിലെടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വേർഡ് എന്താണെന്ന് ചോദിച്ചാൽ, അവളെ ബൂസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് അവളോട് സംസാരിക്കുക. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടി വേറൊരാളെ ഇഷ്ടപ്പെടില്ല, ഒരു പയ്യനും വേറെ പെൺകുട്ടിയെ ഇഷ്ടപ്പെടില്ല. കാരണം എന്താ പറയുക, അവരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ വീട്ടിലില്ല. കുറ്റപ്പെടുത്തലുകൾ മാത്രം. എപ്പം നോക്കിയാലും അവരുടെ കുറ്റം കാണാനുള്ള വലിയൊരു മഞ്ഞ ഗ്ലാസും വെച്ചിട്ടാണ് പാരന്റ്സ് നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ കുട്ടികൾ മാനസികമായിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്നു. ഈ കുട്ടി ഇവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഇവൻ ഒരു ദിവസം പറയുന്നു, നോക്കൂ, ഞാൻ നിന്നെ ഇങ്ങനെ പ്രേമിച്ചുകൊണ്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്റെ മനസ്സിലെ ഡ്രീം എന്ന് വെച്ചാൽ, ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ എന്റെ അച്ഛനും അമ്മയും പോയി പെണ്ണ് കണ്ട് പെണ്ണ് ചോദിക്കുക. വടകരയിലാണ് ഈ പെൺകുട്ടിയുടെ വീട്. വടകരയിൽ പെണ്ണ് ചോദിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പെണ്ണ് ചോദിക്കുക. എന്റെ അച്ഛനും അമ്മയും നിന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് ചോദിച്ച് അവർക്ക് സമ്മതമാണെങ്കിൽ നിന്റെ അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടു കൂടി നിന്റെ വീട്ടിലൊരു പന്തല് കെട്ടിയുണ്ടാക്കി, ആ പന്തലിൽ വെച്ച് നിന്റെ കഴുത്തിലൊരു താലി കെട്ടി എന്റെ ഭാര്യയെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. രജിസ്റ്റർ മാരേജ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. 18 വയസ്സായ പെൺകുട്ടിയുടെ മനസ്സിൽ ലഡു പൊട്ടി. അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇത് തന്നെയാണ് അവൾ ആഗ്രഹിച്ചത്. അവൾ എന്ത് ചെയ്തു അറിയോ? അവൾ പറഞ്ഞു, ഞാൻ ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവൾക്ക് അതിയായ സന്തോഷം, അതിയായ ഇഷ്ടം തോന്നി ഇവനോട്. ഒരു ദിവസം ഇവൻ രാത്രി വിളിക്കുകയാണ്, ഞാൻ നാളെ രാവിലെ
ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇതിലെ ബാറ്ററി കഴിഞ്ഞതായിരിക്കും. മതി മതി, ഓക്കെ, അത് ശരിയാക്കോ. ഇന്ന് രാത്രി ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം രാത്രി ഇപ്പൊ വിളിക്കുന്നു, നാളെ രാവിലെ. ഇന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ കാണാൻ വരുന്നുള്ളത്. ആ ഒരു ഗുഡ് ന്യൂസ് പറയാനാ വിളിച്ചത്. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടുന്ന് പുറപ്പെടുകയാണ് നാട്ടിലേക്ക്. രാവിലെ ഞാൻ നിന്റെ നാട്ടിലെത്തും. നമ്മൾ ഒരിക്കലും മുൻ പരിചയം ഉണ്ടായിരുന്നെന്ന് നീ വീട്ടിൽ പറയരുത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഞാൻ നീ മാത്രമേ നമ്മുടെ ബന്ധം അറിയാവൂ. രാവിലെ ഞാൻ വടകരയിൽ വരും. നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കും, അച്ഛനും അമ്മയും. ഇഷ്ടമാണെങ്കിൽ രാത്രി ഞാൻ തിരിച്ചെത്തിയിട്ട് നിന്നെ വിളിക്കാം, വിവരങ്ങളൊക്കെ അപ്പം പറയാം, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അവൾക്ക് ഭയങ്കര സന്തോഷം. അന്ന് രാത്രി ഒരു 12 മണി വരെ ട്രെയിനിലിരുന്ന് ഇവിടെ വീട്ടിലിരുന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇവളോട് പറഞ്ഞൊരു പ്രപ്പോസൽ എന്താണെന്ന് വെച്ചാൽ, നാളെ രാവിലെ നീ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ വെൽ ഡ്രസ്സിങ്ങിൽ പോകണം. നീ വടകര റെയിൽവേ സ്റ്റേഷനിൽ വരണം. ഞങ്ങൾ റെയിൽവേയിൽ വന്നിറങ്ങും. അച്ഛനും അമ്മയും ഞാനും നിന്നെ കാണും. ആദ്യമായിട്ട് അവൻ കാണുന്നത്. കണ്ടതിന് ശേഷം നീ ക്ലാസ്സിലേക്ക് പോയിക്കോ. റെയിൽവേ സ്റ്റേഷന് അടുത്താണ് ഇവരുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. നീ ക്ലാസ്സിലേക്ക് പോയിക്കോ. ഞങ്ങൾ നേരെ നിന്റെ വീട്ടിലേക്ക് പോകും. ഇതാണ് പറഞ്ഞത്. ഇവൾക്ക് അതിയായ സന്തോഷം തോന്നി. ഇവള് രാവിലെ എണീറ്റു. അന്ന് നേരത്തെ എണീറ്റു. ഇവള് റെഡിയായി വിളിക്കുമ്പോൾ വീണ്ടും ഇവന്റെ കോള്. ഐ എം സോറി മോളെ. എന്താ സംഭവിച്ചത്? ടമ്മി, എന്റെ അമ്മ ഞാൻ പറയാതെ എന്റെ അങ്കിളിനെ വിളിച്ചിട്ടുണ്ട്. എന്റെ അങ്കിള് റെയിൽവേയിൽ റിട്ടയർഡ് സൂപ്രണ്ടാ. പുള്ളി എറണാകുളത്താണ് താമസിക്കുന്നത്. പുള്ളി ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മരുമകൻ പെണ്ണ് കാണുക എന്നുള്ളത് എന്റെ മാമന് തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് കാണുക എന്നുള്ള ചടങ്ങിനെ ഞാൻ വേറെ എവിടേക്കെങ്കിലും ഒന്ന് മാറ്റട്ടെ. കാരണം മാമന്റെ ജൂനിയറായി വർക്ക് ചെയ്യുന്ന ഒരാൾ ഇന്ന് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി കണ്ടാൽ മാമൻ അതൊരു വിഷമാണ്. അതുകൊണ്ട് ഞാൻ കാണുക എന്നുള്ള സ്റ്റേഷൻ ഒന്ന് മാറ്റട്ടെ. ഓ ഓക്കെ, എന്താ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ആഗ്രഹം ഇതാണ്, ഞാൻ വരുന്ന വഴിയില് കൊയിലാണ്ടിയില് അച്ഛനെ അമ്മയെ ഇറക്കും. ഞാൻ മാത്രം വടകരയിലേക്ക് വരും. നീ എന്റെ കൂടെ ഒരു കാര്യം ചെയ്യണം. നെക്സ്റ്റ് ട്രെയിനിന് നമ്മള് തിരിച്ച് കൊയിലാണ്ടിയിലേക്ക് വരുന്ന ട്രെയിനിൽ നീ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയിട്ട് എന്റെ കൂടെ വടകര കൊയിലാണ്ടി വരെ വരണം. ഞാന് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറും, നീ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറാം. കൊയിലാണ്ടിയിൽ ഇറങ്ങി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ തന്നെ തിരിച്ചുള്ള ട്രെയിനിന് നമ്മൾ 5 പേര് ഒരുമിച്ച്, ഞാനും അച്ഛൻ അമ്മ എന്റെ മാമൻ നീയും, നമ്മൾ ഒരുമിച്ച് നമ്മൾ വടകരയിലേക്ക് യാത്ര ചെയ്യും. ആ സമയത്ത് നമ്മൾ സംസാരിക്കും. ആ സമയത്ത് നിന്നെ അവര് കാണും. നീ വടകര എത്തിയിട്ട് നിൽക്കണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോയിക്കോ. അതുകൊണ്ട് 1/2 മണിക്കൂർ നീ അഡ്വാൻസ് ചെയ്തിട്ട് ബിഫോർ ടൈമിന് എത്താവോ? അപ്പൊ അവള് പറഞ്ഞു ശരി, ഓക്കെ. അപ്പൊ അവൾക്ക് പ്രോബ്ലം ഒന്നുമില്ല. ശരി, ഞാൻ വരാന്ന് പറഞ്ഞു. വന്നു, പറഞ്ഞതുപോലെ വന്നു, കണ്ടു, ട്രെയിൻ വന്ന് നിർത്തി. ഇവനെ ഇറങ്ങുമ്പോ മലയാള മനോരമയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു, അറിഞ്ഞതിലും അപ്പുറം. കാണുമ്പോ ഇവൻ അതിലേറെ സുന്ദരൻ, ഇവൾ അതിലേറെ സുന്ദരി. രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായി. രണ്ടാൾ എന്ത് ചെയ്തു അറിയോ? അവിടെ ഇരിക്കുന്ന സമയത്ത് രണ്ടാൾ പരിചയപ്പെട്ടു, ഷെയ്ക്കൻഡ് കൊടുത്തു. ആ സമയത്ത് ഒരു അനൗൺസ്മെന്റ്, കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രെയിൻ 10 മിനിറ്റ് ലേറ്റ് ആണ്. ഇവൻ പോയിട്ട് 2 മിനറൽ വാട്ടർ, 2 പാക്ക് ഫ്രൂട്ടി, 2 പാക്ക് ബിസ്ക്കറ്റ് എല്ലാം വാങ്ങിയിട്ട് വന്നു. ഇവർ രണ്ടാളും ഒരേ കമ്പാർട്ട്മെന്റിൽ കയറി. കാരണം ഇവർ 3 മാസമായിട്ട് എന്നും സംസാരിക്കുന്നുണ്ട്. ഇവളുടെ മനസ്സ് ഇവന് തുറന്നു കൊടുത്തിട്ടുണ്ട്. രാത്രി ഇവർ ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ട്. സ്നേഹബന്ധങ്ങൾക്ക് അപ്പുറം ഇവരുടെ പറയാൻ സംസാരിക്കാൻ ലിമിറ്റ് ഇല്ലാത്ത അത്രയും ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടാളും ഒരേ കോച്ചിൽ കയറി സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഇവൾ പറയുന്നത്, ഇവളോട് ഞാൻ സംസാരിച്ചു, ഇവളോട് പറയുന്നത്, സിസ്റ്റർ എനിക്ക് പയ്യോടി വരെ എനിക്ക് ഓർമ്മയുണ്ട്. പയ്യോടി എത്തിയപ്പോ സംഭവിച്ചെന്താ വെച്ചാൽ, ഇവൾക്ക് ആ ഫ്രൂട്ടി കൊടുത്തു. ഇവൻ ഒരു ഫ്രൂട്ടി കഴിച്ചു. ബിസ്ക്കറ്റ് പൊട്ടിച്ചു. ഇവളും കഴിച്ചു, ഇവനും കഴിച്ചു. പക്ഷെ ആ ഫ്രൂട്ടിയിൽ ഇവൻ എന്തോ ഇട്ടു. ഈ കുട്ടിക്ക് ഓർമ്മയില്ല. പിന്നെ ട്രെയിൻ ഒറ്റയ്ക്ക് പോയി. ഇവളൊറ്റയ്ക്ക് ട്രെയിനിൽ പോയി. ഇവള് രാവിലെ 9:45 ട്രെയിനിൽ കയറുന്നത്. ഇവിടെ ഒരു പോർട്ടർ തട്ടി വിളിക്കുന്നു, എന്താ ഇറങ്ങുന്നില്ലേ? അപ്പൊ ട്രെയിൻ പോയി നിന്നു ട്രിവാൻഡ്രം സ്റ്റേഷനിൽ, തിരുവനന്തപുരത്ത്. ഇവിടുന്ന് കയറിയത് രാവിലെ, നിങ്ങൾ നോക്കൂ, കോഴിക്കോട് വടകര. ഈ കുട്ടി തിരുവനന്തപുരത്ത് പോയി നിന്ന് പോർട്ടർ വിളിച്ചിട്ട് ഇവള് തട്ടി എഴുന്നേറ്റ്, ഇവൾക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഇവളുടെ കയ്യിൽ ഇവിടെ മൊബൈൽ കാണാനില്ല. ഇവിടെ മേലെ 20 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു ഇവളുടെ ബ്രദറിന്റെ വൈഫിന്റെ. അത് ആരോ അടിച്ചുകൊണ്ട് മാറ്റി. അവൻ അടിച്ചുകൊണ്ട് പോയി. അവന്റെ മൊബൈലിലേക്ക്, അവന്റെ മൊബൈലിൽ അവനെ കാണുന്നില്ല. അവൻ ആരാന്ന് അറിയുന്നില്ല. അവൻ ആകെ അറിയുന്ന അവൻ പറഞ്ഞ കഥകൾ മാത്രമാണ്. കട്ടപ്പനക്കാരനാണ്, അവന്റെ പേര് ഇതാണ്, അവന്റെ മൊബൈൽ നമ്പർ ഇതാണ്. പിന്നെ ഇവള് കാണുന്ന ഏറ്റവും വിഷമം എന്താന്ന് ചോദിച്ചാൽ, ഇവള് പുറത്തിറങ്ങി നോക്കുമ്പോൾ കാണുന്ന എല്ലാ ടിവിയിലും, CCTVയിലും ഇവളുടെ ഫോട്ടോ. ഇവളുടെ അച്ഛൻ അമ്മ വടകര സ്റ്റേഷനിൽ ഇവളെ കുറിച്ച് കൊടുത്ത പരാതി. പോലീസ് ഇവളെ തെരഞ്ഞു നടക്കുകയാണ്. ഇവള് പുറത്തിറങ്ങി, പോലീസ് ഇവളെ പിടിച്ചു. പോലീസ് പിടിച്ചിട്ട് ഈ കഥകളൊക്കെ അവള് പോലീസിനോട് പറയുന്നു. പോലീസ് വിളിച്ചു നോക്കിയപ്പോ ആ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു, ഫ്രോഡാണ്. ആ പെൺകുട്ടി നോക്കൂ, ആ ലൈഫ്, ഒരു പയ്യനെ പ്രേമിച്ചത് കാരണം അവളെ ലൈഫ് അവളെ കളഞ്ഞു.
ഇന്ന് അവൾക്കൊരു ലൈഫേ ഇല്ല. ഒന്ന് നോക്കൂ നിങ്ങൾ, കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ വഴിതെറ്റി ജീവിക്കുന്നു. ഈ ബ്രേക്ക് എടുക്കേണ്ട സമയമുണ്ടോ? ആയിട്ടുണ്ടോ? ഒരു 15 മിനിറ്റും കൂടെ. ഞാൻ ഈ സ്റ്റോറിയിൽ നിന്ന് തിരിച്ചു വന്നാൽ അതിലേക്ക് എത്താം. ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി മാത്രമാണിത്. നിങ്ങള് ഒരു ബോയ് 19 വയസ്സ്, ഒരു ബോയ്ക്ക്, ആ ബോയ്, ഞാൻ ഒരു 2 കഥയും കൂടെ പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്. ഒരു ബോയ്ക്ക് 19 വയസ്സ്. ഈ പയ്യൻ തീരെ സംസാരിക്കാത്ത പ്രകൃതമാണ്, ആരോട് സംസാരിക്കൂല, സൈലന്റ് ആള്. പിന്നെ കോൺക്രീറ്റ് ഡിസിഷൻ, അവന്റെ സ്വന്തം തീരുമാനം, ആർക്കും കൂടി ആലോചിക്കൂല, അവന്റെ സ്വന്തം തീരുമാനം. അങ്ങനെയുള്ള ഒരു പയ്യൻ. അവന്റെ ഉപ്പ ഒരു സ്കൂൾ അധ്യാപകനാണ്, ആ സ്കൂളിലെ HM ആണ്, അവരുടെ സ്വന്തം സ്കൂളാണ്, മാനേജറും കൂടിയാണ്. ആ സ്കൂളിലെ HM ആണ്, മാനേജറും കൂടെ അവരുടെ സ്കൂളാണ്. ഇവന്റെ ഉമ്മ ഒരേ ഒരു മോനാണ് ഇവൻ. ഉമ്മക്ക് ഹൗസ് വൈഫാണ്. ഇവൻ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറയുന്നു, ഉമ്മ, തീരെ സംസാരിക്കാത്ത പ്രകൃതിയുള്ള ആള്, എന്ത് കാര്യവും ഉമ്മ ത്രൂ പറയുള്ളൂ. ഉമ്മ എനിക്ക് അത് വേണം, ഉമ്മ എനിക്ക് ഇത് വേണം എന്ന് അവരോടെ പറയുള്ളൂ, ഉമ്മ ത്രൂവേ പറയുള്ളൂ. ഈ കുട്ടി ഒരു ദിവസം ഉമ്മാനോട് വന്നിട്ട് പറയും, ഉമ്മ, ഞാൻ ഒരു സീരിയസ് ആയ കാര്യം പറയാൻ വേണ്ടി വന്ന, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആ പെൺകുട്ടി ഇവിടെ ഞാൻ അവളെ കല്യാണം കഴിക്കുന്ന ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അവള് നാളെ ടൗണിൽ വരുന്നുണ്ട്. ഉമ്മ ഉപ്പ ഒന്ന് അവളെ പോയി ടൗണിൽ വെച്ച് കാണണം. നോ എന്ന് പറയാൻ നിങ്ങൾ പോണ്ട, കാരണം അവള് കെട്ടുന്നത് ഞാനാണ്, അവള് ജീവിക്കുന്നത് എന്റെ കൂടെയാണ്. നോ എന്ന് പറയാൻ നിങ്ങൾ പോണ്ട, എനിക്ക് അവളെ ഇഷ്ടമാണ്. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് എന്താ ചോദിച്ചാൽ, നിങ്ങൾ നോ ആണ് ആൻസർ എങ്കിൽ നിങ്ങൾ പോണ്ട, കാരണം അപ്പൊ ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നിട്ട് ഞാൻ അവളെ വീട്ടിൽ താമസിക്കും. അതിന് അവരെ വീട്ടുകാർ വില്ലിങ്ങാണ്. ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട്. ഉമ്മ ഈ കാര്യം വിഷമത്തോടു കൂടി ഉപ്പാനോട് അവതരിപ്പിക്കാൻ പോയി. ഉപ്പ പെട്ടെന്ന് ഷോക്ക് അടിച്ചു, ഉപ്പ ദേഷ്യം പിടിച്ചു. ഉപ്പ ഒരു വാശിക്കാരൻ, കട്ട് ആൻഡ് ഡ്രൈവ് മാൻ. പുള്ളി പറഞ്ഞു, നോ, എന്റെ വീട്ടിലൊന്നും നടക്കൂല. ഞാൻ 19 വയസ്സ് വരെ വളർത്തി കൊണ്ടുവന്ന്, 19 വയസ്സേ ആയിട്ടുള്ളൂ കൊണ്ടുവന്നത്. ഈ പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കാനല്ല. എനിക്ക് 10-20 സ്റ്റാഫ് ഉണ്ട് എന്റെ സ്കൂളിൽ, അവരൊക്കെ എന്നെ നോക്കി കാണുന്നുണ്ട്, അവരുടെ മുന്നിൽ ഞാൻ റോൾ മോഡലാണ്. ഞാൻ എന്റെ മകൻ 19 വയസ്സിൽ കല്യാണം കഴിച്ചു, എനിക്ക് എന്റെ കാലശേഷം എന്റെ സ്കൂളിന്റെ മാനേജർ ആളാണ് അവൻ. ഉപ്പ വാശിയിൽ സംസാരിച്ചു. അന്ന് രാത്രി വാപ്പയും ഉമ്മയും ഉറങ്ങിയതേ ഇല്ല. രാത്രി ഇയാൾ കുറേ ഇരുന്ന് ചിന്തിച്ചു. രാവിലെ ആകുമ്പോ 4 മണിക്ക് ഇയാളുടെ മനസ്സിൽ പുതിയൊരു ആശയം വന്നു. ഇനി എനിക്കൊരു മകനെ ഉണ്ടാക്കി വളർത്താനുള്ള ആയുസില്ല, അതുകൊണ്ട് ഇതിനെങ്ങനെ തെറ്റിദ്ധരുത്താം. ഇവര് സമ്മതിച്ചു പോയി. രാവിലെ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയി. ഒരു ഷോപ്പിംഗ് മോളിൽ ഈ കുട്ടി വന്നു, അവിടെ വെച്ച് കണ്ടു, തിരിച്ചു വന്നു. സ്നേഹനിധിയായ ഉമ്മാനോട് മകൻ ചോദിച്ചു, ഉമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? സ്നേഹനിധിയായ ഉമ്മ ഇവനോട് ചോദിച്ചു, മോനെ വേണോ, ഇത് തന്നെ വേണോ മോനെ നിനക്ക്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനാണ് കെട്ടുന്നത്, നിങ്ങളല്ല കെട്ടുന്നത്, എനിക്ക് അവളെ ഇഷ്ടമാണ്. നിങ്ങൾ എസ്ഓർണോ പറയാനല്ല പോയത്, എനിക്കൊരു ഉമ്മ ഉപ്പ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വിട്ടതാണ്. ഇവൻ തിരിച്ചു വന്നു. ഇവന് റൂമിലെത്തിയിട്ട് സംശയം, എന്തായിരിക്കും അവളോട് എന്റെ ഉമ്മ സംസാരിച്ചത്? അതറിയാൻ വേണ്ടി വിളിച്ചു. അവരെ വിളിക്കുമ്പോൾ അവള് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. എത്ര വിളിച്ചിട്ടും അവളെ കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ഇവൻ എന്ത് ചെയ്തു അറിയാം? ഞങ്ങളത് അറിയാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവൻ പോലീസിന്റെ സൈബർ സെല്ലിൽ ഒരു പരാതിയുമായിട്ട് വന്നു. എന്താണ് സൈബർ സെൽ അറിയില്ലേ? അറിയും. ഇവൻ സൈബർ സെല്ലിൽ ഒരു പരാതിയുമായിട്ട് വന്നു. സർ, എനിക്കൊരാളെ ഇഷ്ടമാണ്, ഞാൻ അയാളെ സ്നേഹിക്കുന്നു, കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഈ കാര്യം ഞാൻ എന്റെ പാരന്റ്സിനെ അറിയിച്ചു. പാരന്റ്സ് ഇന്നലെ കാണാൻ എന്റെ നിർബന്ധത്തിന് വഴങ്ങിപ്പോയി. തിരിച്ചു വന്നപ്പോൾ എനിക്ക് അവരുടെ മനസ്സിലായി. പക്ഷെ അതിനുശേഷം അവർ തമ്മിൽ എന്താ സംസാരിച്ചാലേ ഞാൻ അവളെ വിളിച്ചപ്പോ എനിക്ക് അവളെ കിട്ടുന്നില്ല. സർ, എന്റെ ബലമായ സംശയം, എന്റെ ഒപ്പ കൊട്ടേഷൻ ടീമിന് പൈസ കൊടുത്ത് അവളെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്, ഇന്ന് അവളെ ജീവിച്ചിരിക്കുന്നില്ല. പോലീസ് അന്വേഷണത്തിൽ ഞാൻ നമ്പർ ട്രേസ് ചെയ്തു, നമ്പറിൽ പോയി കണ്ടു, അഡ്രസ് കണ്ടു. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ പാളയം ബെല്ലടിച്ചു പോലീസ്. ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ നമ്പർ നിങ്ങളുടേതാണോ? നിങ്ങളുടെ പേര് ഇതാണോ? അതെ. നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നില്ല? ഇല്ല, ഞാൻ 2 ദിവസമായിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു. എന്ത് ബൈ ദ റീസൺ? എന്നെ ഒരു പയ്യൻ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. പോലീസ് തിരിച്ചു പോന്നു. വീണ്ടും ഈ പയ്യനെയും കൂട്ടി ആഫ്റ്റർനൂൺ വീണ്ടും അവിടെ പോയി കാളിംഗ് ബെല്ലടിച്ച് സംസാരിച്ചപ്പോ ഈ സൗണ്ട് കേട്ടപ്പോ തന്നെ ഇവന് മനസ്സിലായി, ഇവളാണ് അത്. ആ സ്ത്രീ, അവിടെ 2 കുട്ടികളുണ്ട്, വേറെ 2 സ്ത്രീകളുണ്ട്, അങ്ങനെ വലിയൊരു വീടാണ്. ഈ കുട്ടിയോട് സംസാരിച്ചു. ഇവൻ ആ സംസാരം കേട്ടപ്പോ തന്നെ ഇവൻ സിറ്റ് ഔട്ടിൽ ഇരുന്ന് കരഞ്ഞ്, നിലത്തിരുന്ന് കരയാണ്. ഈ പയ്യൻ ഭയങ്കരമായിട്ട് കരയുന്നു. എന്തിനാ ഇവൻ കരഞ്ഞ്? വല്ലൈഡി ഗേൾസ് ആരെ? പെൺകുട്ടിയെ അല്ല, ഏജിലുള്ള ആളാണ്, പക്ഷെ കരഞ്ഞതായിരുന്നല്ല. ഇവ കരഞ്ഞത് ഇവന്റെ ഉമ്മാനെ ഓർത്താണ്. ഇതിനെ കണ്ടിട്ട് എന്റെ ഉമ്മ പറഞ്ഞു, മോനെ ഇത് വേണോന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഉമ്മാന്റെ മനസ്സെത്ര ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ലല്ലോ. അതിനവൻ കരഞ്ഞത്. കാരണം
ഇവനോട് സംസാരിച്ചു വന്ന് സംസാരിച്ച സ്ത്രീക്ക് പ്രായം 57, 57. ഇവന് വയസ്സ് 19. ചില സ്ത്രീകളെ സൗണ്ട് കേട്ടാല്, മൊബൈലിലൂടെയൊക്കെ സംസാരിക്കുമ്പോൾ സൗണ്ട് കേട്ടാല് ഏതോ +1 പഠിക്കുന്ന സാധനം തോന്നും. കണ്ടാലാണ് ലക്ഷ്മിയായി തോന്നുന്നത്. അപ്പൊ ഒരു കാര്യം മൊബൈലിലൂടെ പരിചയപ്പെട്ടുകൊണ്ട് അഫയർ സ്റ്റാർട്ട് ചെയ്യണ്ട. കാരണം എന്താ പറയുക, നേരിട്ട് കാണുമ്പോ സംഗതി ലക്ഷ്മിയായിരിക്കും. ഒരു കാര്യവും ഒരു പയ്യന് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാല് ഓലെ ഇഷ്ടപ്പെടാൻ പോണ്ട. ലോട്ടറി എടുക്കാതെ ആർക്കെങ്കിലും ലോട്ടറി ടിക്കറ്റ് കിട്ടുമോ? ടിക്കറ്റ് എടുക്കാതെ ആർക്കെങ്കിലും കിട്ടുമോ? ഇല്ല. ടിക്കറ്റ് എടുക്കണം, അവനെ ലോട്ടറി അടിക്കുള്ളൂ. നിങ്ങൾ ഒരാളെ ഫോണിൽ കൂടെ സംസാരിച്ചാണ്ട് മിസ്ഡ് കോള് വിളിച്ചുകൊണ്ട് ഇതുപോലെ ഒരാളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കണമൊക്കെ നിനക്കുണ്ട്, നിന്റെ സൗണ്ട് അടിപൊളി, നിന്നെ കാണാനുള്ള ഭംഗി അടിപൊളി, നിന്റെ ഡ്രസ്സിങ് അടിപൊളി, നിന്റെ ഫുഡ് അടിപൊളി, ഇതൊക്കെ നിങ്ങളെ കുപ്പിയിലാക്കാനോ? ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞില്ലാതെ അപ്പൊ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അപ്പൊ ചൈന ടോയ്സ് ആയിട്ടുണ്ടാവും. ഒരു കാരണവശാലും നിങ്ങളുടെ ഉമ്മ ഉപ്പ നിങ്ങൾക്ക് കണ്ടെത്തുന്നത് നിങ്ങളുടെ മരണം വരെ ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കും. കാണുമ്പോ ഭംഗിയില്ലെങ്കിലും ഉമ്മ ഉപ്പ അതിന്റെ ലാസ്റ്റ് ബിഗിനിങ് സ്റ്റേജ് അല്ല ഫിനിഷിംഗ് സ്റ്റേജ് കണ്ടിട്ടാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ അതിന്റെ ഭംഗി നോക്കണ്ട. നിങ്ങളുടെ ഉമ്മ അതിന്റെ നന്മ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ഉപ്പ അതിന്റെ നന്മ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. നിങ്ങളെ നന്മക്ക് വേണ്ടിയാണ് ഉമ്മ ഉപ്പ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നിങ്ങളോട് അവർക്ക് യാതൊരു ദേഷ്യമില്ല, നിങ്ങളെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോയി പെടരുത് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികൾ അഫയറിൽ കുടുങ്ങുന്നു. ഈ പയ്യൻ അതിലുണ്ടായ കുടുങ്ങാനുണ്ടായ കാരണം എന്താ ചോദിച്ചാല്, ഇവൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും, നിങ്ങളെ ഞാൻ കണ്ടോട്ടെ, കണ്ടോ, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടോട്ടെ, പെട്ടോ. കാരണം എന്താ അറിയോ, ആ സ്ത്രീക്ക് 57 വയസ്സുണ്ട്. പേരെ കുട്ടിയോട് സംസാരിക്കുന്ന മാതിരിയാണ് ആ സ്ത്രീ കാണുന്നത്. ഇവന് പാവം 19 വയസ്സിൽ പ്രേമം തലയിൽ കയറി ഭ്രാന്തനായി. അതുകൊണ്ട് തന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നിങ്ങളെ ഞാൻ കാണട്ടെ, നിങ്ങളെ ഞാൻ കെട്ടിക്കോട്ടെ. കെട്ടിക്കോ. കാരണം കെട്ടിക്കാതെ ചെറിയ കുട്ടിയോട് സംസാരിക്കുന്ന മാതിരിയാണ് ആ സ്ത്രീ കണ്ടത്. നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. 12, 13, 14, 15 വയസ്സുള്ള കുട്ടികൾക്ക് കബീഷ് വായിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ശത്രുക്കൾ വരുമ്പോ ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് ചാടി പറയുമ്പോ അൽഹംദുലില്ലാ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്, അല്ലെ? അവൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളത്. 16, 17, 18, 19 വയസ്സുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നന്നായിട്ട് ലവ് ലെറ്റർ എഴുതാൻ കഴിയും. 36 ലവ് ലെറ്റർ എഴുതിയ സംഗതി വരില്ല. ശരിയാണോ? എഴുതിയ സംഗതി വരില്ല. ഒരു 40 കബീഷ് വായിച്ചിരിക്കോ? ഇല്ല, സംഗതി വരില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്റെ ഒരു പേഷ്യന്റ് ഉണ്ട്. ഇവന് വയസ്സ് 8, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഈ കുട്ടിയെ കൂടെ പരിചയപ്പെടുത്തി നമുക്ക് ടീ ബ്രേക്ക് എടുക്കാം. ഈ പയ്യൻ 3ാം ക്ലാസ്സിലെ പഠിക്കുന്നു. ഇവനെ കണ്ടാൽ, ഇവനെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതാണ് രസം. ഈ പയ്യന്റെ അതേ മോഡലുള്ള ഒരു പയ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഒളിമ്പ്യൻ അന്തോണി ആദം എന്നുള്ള സിനിമയിൽ ഒരു സ്കേറ്റിംഗ് ഷൂ ഉപയോഗിക്കുന്ന ഒരു പയ്യനുണ്ട്. കണ്ടിട്ടുണ്ടോ? വലിയ ഹെയർ ഒക്കെ ഉള്ള, നല്ല ക്യൂട്ടാണ്, ആരോട് തട്ടി കയറി സംസാരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവത്തിനോടൊപ്പം ഒരു പയ്യൻ. നിങ്ങളൊന്ന് ചിരിക്കും. നിങ്ങൾ എന്തെങ്കിലും മസിൽ പിടിച്ചിരിക്കുന്നത്? ഭയങ്കര മസില്. ഒരാള് മസിൽ പിടിച്ചു നിൽക്കാൻ അയാളുടെ 16 നെർവസുകൾ വർക്ക് ചെയ്യണം എന്നാ പറയുന്നത്. അയാൾ ചിരിക്കണമെങ്കിൽ 4 വർക്ക് ചെയ്താൽ മതി. എന്നാലും മനുഷ്യൻ ഭയങ്കര മസിൽ നിൽക്കും. എന്തിന്? ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഇങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല, നമ്മുടെ ബന്ധം ഉണ്ടാവില്ല, അത് പൊളിയും. ശരിയല്ലേ? നിങ്ങളൊന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയ മനസ്സിലേക്ക് റിസൾട്ട് വരുള്ളൂ. ഗുഡ്സ് ആയി നിൽക്കുന്ന മനസ്സിലേക്ക് റിസൾട്ട് വരില്ല. റിസൾട്ട് പാതി വഴി തിരിച്ചു വരും. നിങ്ങൾ എത്ര നല്ല എക്സാം എഴുതിയാലും വിജയിക്കണോ? ഹാപ്പിയാണോ? നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ പയ്യൻ എന്റെ അടുത്ത് കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3ാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5ാമത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. കയ്യിലിരിപ്പ് കുറച്ചൊന്നല്ല. ഇവന്റെ സംഭവം എന്താ വെച്ചാല്, ഇവനൊരു ചെറിയ മീശ മാധവനാ. ഏത് വീട്ടിൽ കൊണ്ടായാലും 3 മിനിറ്റ് കൊണ്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു മൊബൈൽ അടിച്ചു മാറ്റും. എന്നിട്ട് അപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യും. എന്നിട്ട് ഇതിനെ പീസാക്കും. വീട്ടിലെത്തി 20 പീസാക്കും. എന്നിട്ട് അതിനെ റീസെറ്റ് ചെയ്യും. എന്നിട്ട് ഉപയോഗിച്ച് നോക്കും. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ഇവന് ഉസ്താദ് ഇവന് എന്ന് രാവിലെ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട് വീട്ടില്. ഇവൻ രാവിലെ തന്നെ ഉസ്താദിന്റെ അടുത്ത് കൊടുക്കും, ഉസ്താദ് ഇന്നലെ എനിക്കൊരു മൊബൈൽ വീണ് കിട്ടി. ഉസ്താദ് പാവം പള്ളിയിൽ ഒരു ബോർഡ് എഴുതി വെക്കും. കുത്തുബ കഴിഞ്ഞിട്ട് പറയും, ഒരു മൊബൈൽ വീണ് കിട്ടിയിട്ട് തെളിവ് സഹിതം വന്നാൽ ഉസ്താദ് തരുന്നതാണ്. ഇത് മുഴുവൻ പൊക്കിക്കൊണ്ടിരുന്ന ഇവനാ. ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ഇവൻ മൊബൈല് സ്വന്തമായി എടുക്കാനാണ് ആഗ്രഹമില്ല. ഇവൻ ഈ മൊബൈല് ഇവന്റെ മനസ്സിലെ ഡ്രീം ഏതാ അറിയോ, അതാണ് പഠിക്കേണ്ടത്. നിങ്ങളുടെ ഡ്രീം ജന്മനാ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു കഴിവ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ആ കഴിവാണ് ഇവന്റെ എന്താ വെച്ചാൽ സാധനത്തിനെ പീസാക്കുക, എന്നിട്ട് അതിനെ റീസെറ്റ് ചെയ്യുക. ചില കുട്ടികൾ നോക്കട്ടെ, വീട്ടിലുള്ള ഏത് ബൾബ് പോലും മാറ്റും, അല്ലെ? മിക്സി കേടുന്ന നന്നാക്കും, ട്യൂബ് കേടുന്ന നന്നാക്കും. അത് അവന്റെ ജന്മനാൽ കിട്ടുന്ന ഒരു കഴിവാണ്.
ഈ കുട്ടിയുടെ കഴിവാണ് ഏത് റീസെറ്റ് ചെയ്യാനുള്ള കഴിവ്. ഈ കുട്ടി എന്ത് ചെയ്ത് അറിയോ, എന്റെ അടുത്ത് കൊണ്ടുവന്നു, സർ എന്റെ മോന് ഭയങ്കര പ്രശ്നക്കാരനാണ് സർ. എന്താണ്? ഇവനെ കൊണ്ടുവന്നത് എന്റെ ഗ്രാൻഡ്മയാണ്, ഇവന്റെ ഉപ്പാന്റെ ഉമ്മയാണ്. ഇവര് മലപ്പുറം ജില്ലയിലാണ് വീട്. ഈ കുട്ടിനെ കൊണ്ടുവന്നു. പിന്നെ ഈ കുട്ടി ഇങ്ങനെ ഒരു മോഷണം സർ ഉണ്ട്, ഒരു വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോകാൻ വയ്യ, എവിടെ ചെന്നാലും ഈ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് മറ്റു വീട്ടുകാർക്ക് ഇവനെ കൊണ്ടുവന്നാല് വീട്ടിൽ കയറ്റുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്, കളിക്കാൻ കൂട്ടുന്നില്ല, ഇവനെ ആരും കൂട്ടത്തിൽ കൂട്ടുന്നില്ല. അത് പറഞ്ഞിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ അവനോട് സംസാരിച്ചു. ക്യൂട്ടായിട്ടുള്ള ഒരു പയ്യൻ, സ്മാർട്ട് പയ്യൻ. മോനെ നീ ഇങ്ങനെ ജീവിച്ചാൽ ജീവിതത്തിൽ ആരെങ്കിലും ആകുമോ? അപ്പൊ ഇവനും ചിരിക്കും. ജീവിതത്തിൽ ആരെങ്കിലും ആകാൻ മോഹമുണ്ടോ? ആഗ്രഹങ്ങൾ, ഇവന്റെ ആഗ്രഹങ്ങൾ ബോംബ് ആഗ്രഹങ്ങളാണ്, ചെറുതൊന്നല്ല, പൊട്ടും. ഇവനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് ഇവനെ ഞാൻ വിട്ടു. ഞാൻ അവരോട് പറഞ്ഞു 8 days വരുമ്പോ വീണ്ടും എന്നെ കാണണം. 8 ദിവസം മാക്സിമം ഞാൻ ബൂസ്റ്റ് ചെയ്തല്ല ശക്തി അവരുടെ ബോഡിയിൽ ഉണ്ടാവുള്ളൂ. ഞാൻ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുകയാണ് ചെയ്യാം. ഞാൻ 8 ദിവസം വരെ പോകാൻ ഞാൻ പറഞ്ഞു 8 ദിവസം ആകുമ്പോൾ നിങ്ങൾ എന്നെ വീണ്ടും വിളിക്കണം വരണം. പക്ഷെ ഇവർ കഷ്ടകാലം, ഇവരെന്നെ വിളിക്കുന്നത് എനിക്ക് ഫോൺ എടുക്കാൻ വയ്യ. ഞാനൊരു ഡിസംബർ 24 മുതൽ ഡിസംബർ 31 വരെയുള്ള 8 ദിവസത്തിന് ഞാൻ NSSന്റെ ഹോൾട്ടിംഗ് ക്യാമ്പിൽ 30 ക്ലാസ് ഏറ്റിട്ടുണ്ട്. ഒരു ദിവസം 3-4 ക്യാമ്പുകൾ ഞാൻ കഷ്ടപ്പെടുന്നു. ആ സമയത്തൊന്നും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക്, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് 6:30 ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ക്യാമ്പിലാണ്, ടിഫൺ വേറെ ഇതിലാണ് ക്യാമ്പിലാണ്, ലഞ്ച് വേറെ ക്യാമ്പിലാണ്, ഡിന്നർ വേറെ ക്യാമ്പിലാണ്. തിരിച്ചു വരുമ്പോൾ 11:30 മണിയാണ്. ഇങ്ങനെ ഒരു ദിവസം ഇല്ലാതെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ദിവസം എന്റെ രാത്രി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മൊബൈലിലേക്ക് ഒരു കോള്, ഒരു 25 മിസ്ഡ് കോള്. ഞാൻ തിരിച്ചു വിളിച്ചു. ആരാണ്? ഞാൻ ബ്രേക്കിംഗ് ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പൊ നോക്കുമ്പോ ഇവന്റെ ഗ്രാൻഡ്മയാണ്. ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വിളിച്ചത്? സർ എനിക്ക് ഇപ്പൊ സാറിനെ കാണണം. അന്നൊരു സാറ്റർഡേ ആണ്. എന്താണ്, എന്താ സംഭവിച്ചു പറയും? സർ മോന്റെ സ്കൂൾ ബാഗിൽ നിന്ന് 3 ബാഗ് സിഗരറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞു ഇന്ന് കാണണോ, നിങ്ങൾക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും. ഇല്ല സർ എനിക്ക് ഇന്ന് കാണണം, ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങൂല സർ. എന്റെ മകനും മകളും എന്താണെന്ന് എനിക്ക് ഓർക്കാൻ വയ്യ, മരുമകൾ എന്താണെന്ന് എനിക്ക് ഓർക്കാൻ വയ്യ. ശരി, നിങ്ങൾ രാത്രി ഞാൻ 11:30 വീട്ടിലെത്തും. അപ്പോഴേക്കും നിങ്ങൾ വീട്ടിലെത്തിക്കോ. 11:30 ആകുമ്പോൾ വീട്ടിൽ കുട്ടിനെ കൊണ്ടുവരാം. കൊണ്ടുവന്നു. ഈ കുട്ടിയുടെ വീട്ടിലെ കഥ എന്താന്ന് ചോദിച്ചാല്, ഞാൻ ഇവരെ കൊണ്ടുവരുമ്പോ ഞാൻ ഇവരോട് ചുമ്മാനെ നീ സിഗരറ്റ് വലിക്കോടാ? ഇല്ല സർ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ഏതൊരു കുട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതും അവന്റെ ഉള്ളിലുള്ള ഒരു സാധനം നിങ്ങൾ കാണാത്തത് കൊണ്ട് നിങ്ങൾ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചു തരുന്നത്. അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. എന്നോ ഒരു 6 മാസമെങ്കിലും പഴങ്ങാത്ത സാധനം പുറത്തേക്ക് വരില്ല. ആ സാധനം എന്നോ അവന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ അവൻ കാണിച്ചു തരാൻ പല വഴികളും നിങ്ങൾക്ക് തന്നു, നിങ്ങൾ അതൊന്നും കാണിച്ചില്ല. അത് പറഞ്ഞപ്പോ ഇന്നലെ രാത്രി ഞാൻ ഓർത്തു. ഇന്നലെ രാത്രി ഇതേ ഒരു ജോക്ക് പറഞ്ഞു ഉസ്താദ് ഒരു ചിരിച്ചു. 120 സ്പീഡ് കഴിഞ്ഞാല് കാറിന്റെ ഇവിടെ കാർ ഇങ്ങനെ വിസിലടിക്കും അല്ലെ, പേങ് പേങ് അങ്ങനെ വിസിലടിക്കൂലേ, അലർട്ട് ചെയ്യില്ലേ? അപ്പൊ ഉസ്താദ് പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്തിനാണ് ഉസ്താദ് അടിക്കുന്നത്? ഇനി എന്റെ കയ്യിൽ നിന്ന് പോയി അള്ളാന്റെ അടുത്താണ്, വേണമെങ്കിൽ ചെറുതാക്കിക്കോ, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടവര് പൊയ്ക്കോ, ഇതാണ് പറയുന്നത് പറഞ്ഞു. അതുപോലെ കുട്ടികൾ അവരെ കയ്യിലുള്ള കഴിവിനെ കാണിച്ചു തരും. കുറെ പാരന്റ്സിന് കാണുന്നില്ല. എന്നിട്ട് പിന്നെ ഇവര് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ പ്രോബ്ലത്തിലൂടെ നിങ്ങളെ കണ്ണ് തുറക്കട്ടെ എന്നാ. അപ്പോഴും നമ്മളെ കണ്ണ് തുറക്കൂല. ഈ കുരുത്തം കെട്ടൊരു കുട്ടി എങ്ങനെ എനിക്ക് ഉണ്ടായിരിക്കും? ഈ ഇവിടുത്തൊന്നല്ലേ? അങ്ങനെയും ചോദിക്കും. ഒക്കെ ചോദിക്കണം ഉമ്മയൊക്കെ. കാരണം എന്താ പറയുക, കുരുത്തക്കൾ നല്ലത് ഇതുവരെ കയ്യിലുള്ള ഒരു സാധനം പ്രോബ്ലത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ കാണുന്നില്ല. ഒറ്റ പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചാലും ഉമ്മ പോകും, ഉപ്പ പോകൂല. പാരന്റ്സ് എന്ന് പറഞ്ഞാൽ 2 ആളാ. ഉമ്മാക്ക് ഒറ്റയ്ക്ക് കിട്ടിയെന്നല്ല. ഇത് മറിയം ബീവിയാ. നിങ്ങളുടെ മക്കളെ കിട്ടിയത് ഉപ്പ ഉമ്മയാണ്. എന്നിട്ട് പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചാൽ ഉപ്പ വരില്ല. എന്താ അറിയോ ഉപ്പ വരാത്തത്? ഞാൻ നാളെ പോയപ്പോ എനിക്ക് ഇഷ്ടം പോലെ എന്റെ ക്ലാസ് ടീച്ചറോട് കിട്ടിയത്, നീ പോയിക്കോ. ഇതല്ല വേണ്ടത്. ഉപ്പ ഉമ്മ ക്ലാസ് ടീച്ചർ നിങ്ങൾ വിളിച്ചു വരുത്തണം നിർബന്ധമായിട്ടും. ഇതിനു വേണ്ടി മാത്രമല്ല വരുത്തുന്നത്. ഈ കുട്ടിയുടെ പ്രശ്നം എന്താ ചോദിച്ചാൽ, ഈ കുട്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ ആ സമയത്ത് ഞാൻ വളരെ ടയർഡ്. എന്നിട്ട് ഞാൻ ടീപ്പോയിൽ ഇവനെ ഇരുത്തി ഞാൻ ഒരു പേപ്പർ കൊടുത്തു. ഞാൻ വളരെ ചുരുക്കിയ പറയുന്നത്. പേപ്പർ കൊടുത്ത് ഇവനോട് ഞാൻ ചോദിച്ചു, നിനക്ക് ജീവിതത്തിൽ ആരാകാനാണ് ആഗ്രഹം? അതൊന്നും എനിക്കൊന്ന് വരച്ചു തരാം. ഇവൻ നന്നായിട്ട് വരയ്ക്കും 3rd സ്റ്റാൻഡേർഡിൽ. കാരണം എന്താ വെച്ചാല് ഇവന്റെ ഗ്രാൻഡ്പ, ഉപ്പാന്റെ ഉപ്പ, ഇവന്റെ ഉപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഡിഗ്രിക്കാരാണ്, പക്ഷെ ഒരു വികലാംഗനാണ്. പുള്ളി റിച്ച് ഫാമിലിയിലുള്ള ആളാണ്, സാമ്പത്തികമായിട്ട് നല്ലോണം ഉണ്ട്. പുള്ളിയുടെ ഗ്രാൻഡ്പ എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ട് ആണ്. പുള്ളി ഒരു റിച്ച് പേഴ്സൺ ആണ്. ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഒരുപാട് ബിസിനസ് ഉണ്ട്. വീട്ടിൽ 5-6 കാറുകളുണ്ട്. അങ്ങനെയുള്ള ഒരു വീട്ടില് അയാൾക്കാണെങ്കിലോ 5 പെൺകുട്ടികളാണ്. ഇയാൾക്ക് 2 ആൺകുട്ടികളാണ്. ഈ ആൾക്ക് 2 ആൺകുട്ടി, അനിയന്.
ഇവര് രണ്ടാളും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം ഈ ഏട്ടനാണ് ഈ അനിയനെ സംരക്ഷിക്കുന്നത്. ഉമ്മ ഓരോരുത്താണ്, അതുകൊണ്ട് അവിടെ തന്നെ അനിയൻ നിൽക്കുന്നത്. കാരണം ഇയാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാനില്ല. ഇയാളൊരു ഗവൺമെന്റ് സർവീസിൽ പ്യൂണായിട്ട് വർക്ക് ചെയ്യുന്നത്, ചെറിയ സാലറിക്ക്. ഈ ഉപ്പാന്റെ കഥ എന്താ വെച്ചാൽ മകൻ എന്ത് പറഞ്ഞാലും ഉപ്പ ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ അയാൾ എല്ലാത്തിനെയും കൊച്ചായി കാണും. അതുകൊണ്ട് തന്നെ